السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين وبه نستعين. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب زدني علما. അല്ലാഹു തആലയുടെ വിധി നിഷേധത്തെ നിയമനിർദ്ദേശനത്തെ ജീവനത്തിൽ പാലിച്ച് ജീവിക്കുന്നു ചെന്ന് സ്വന്തം നഫ്സിനെ മറക്കാണ്ട് ഓരോരുത്തട്ടും ഉപദേശാക്കിയിട്ടില്ല, നസീഹത്താക്കിയിട്ടില്ല. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും അവൻ്റെ യഥാർത്ഥമായ ദീനറ് പഠിച്ചിട്ട് അതിനെ മനസ്സിലാക്കിയിട്ട് ഈ ദുനിയാവുള്ളൂ ചെയ്ക്കറ കൊടുത്തോളൂ അതേ ഒരു ദീനിൽ നിലനിന്നെടുത്ത് മറിക്കുമ്പോഴത്തേക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക ആ ഒരു കലിമത്ത് തൗഹീദ് റൊട്ടിಗೆ മറിക്കവില്ല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. മഗರು അല്ലാഹു തആല ഞങ്ങൾ ഈ ദുനിയാവ് കർത്തിര ആ കർത്തിരത്തിൻ്റെ ഉദ്ദേശം അല്ലാഹു തആല ഞങ്ങൾക്ക് ഖുർആനിൽ ചൊമ്മജാകൽ പരിപാടി തണ്ടത് കാണുക. അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാ ഹദീസിൽ ഈ ദുനിയാവ് അല്ലാഹു തആല ഞങ്ങൾ എന്തിർത്ത് കർത്തിര ചൊന്തുള്ളതിരെ ഉദ്ദേശ നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപാടി തന്നത് കാണുക. ആ പരിപാടി തന്നതായ ആ ഒരു ജാഗൽ അല്ലാഹു തആല ഖുർആനിൽ നമുക്ക് ഈ ദുനിയാവുക്ക് ബന്യതായ ഒരു റീസൺ, ഈ ദുനിയാവുക്ക് ബന്യതായ ഒരു കാരണ ಅದರ ಪಡಿಬಾಡಿ ತಂಡವುಡಮೆ ನಂಗೆ ಈ ದುನಿಯಾವಿൽ ನಿಂತು ഒരനാളില്ലെങ്കിൽ ഒരനാൾ വിട്ടു പോകുന്നു. ഈ ദുനിയാവ് ചൊല്ലത് അതൊരു കാലാകാല അതല്ലെങ്കിൽ ലൈഫ് ലോങ് ഇതേ ഒരു ദുനിയാവിൽ ചെയ്യിക്കൊണ്ട് സ്വന്തല്ല. പിന്നെ ഈ ദുനിയാവുರ പടിപാടി തൻ്റെ ജാഗൽ അല്ലാഹു തആല ഖുർആനിൽ ചൊന്നത് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവ് ചൊല്ലത് അത് നിങ്ങൾക്കൊരു ചീട്ടൈത്തിക്കർ, ഒരു ഡോങ്കി ഐത്തിക്കർ, ഒരു വഞ്ചന ഐത്തിക്കർ. ഈ ദുനിയാവ് ചൊല്ലത് നിങ്ങൾക്ക് അത് നിങ്ങൾ എവിടെ പോയിട്ടായെങ്കും ഈ ദുനിയാവുര പിറവത്തിൽ എത്ര ഓടിയോണ്ട് പോയിട്ടായെങ്കും നിങ്ങൾക്ക് ഈ ദുനിയാവിൽ കിട്ടത് വഞ്ചന മാത്രമേ തിക്കർ. അല്ലാഹു തആല ഖുർആനിൽ ചൊന്നതൈത്തിക്കരുത്. അതിലെ മുന്നോലത്തെ ആയത്തിൽ അല്ലാഹു തആല നമുക്ക് സ്വർഗത്തിൽ എത്തിയതായ ആൽമാറും നരകത്തിൽ എത്തിയതായ ആൽമാറും അങ്ങ് ജണ്ടാലരെ നടുവിൽ പൽക്ക ಬರ್ರೆ ഒരു ഇൻസിഡൻറ്റ് ഒരു സംഭവ നമുക്ക് പടിപാടി തണ്ടത് കാണുക. അതേ അല്ലാഹു തആല സൂറത്തുൽ അറാഫിൽ നമുക്ക് ചൊല്ലത് നോക്കൂ. വനാദ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്ന അൻ അഫീദു അലൈനാ മിനൽ മാ ഔ മിമ്മാ റസഖകുമുല്ലാഹ് ഖാലു ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിർ. അല്ലാഹു തആല ചൊല്ലത് സ്വർഗത്തിക്ക് എത്തിയതായ ആൽമാർ എല്ലാവരും സ്വർഗത്തിക്ക് എത്തിപ്പെട്ടാണ്. നരകത്തുക്ക് ആരെല്ലാം പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും അല്ലാഹു തആല നരകത്തുക്ക് എൻ്റർ ആക്കുക. ആ നരകത്തിൽ എത്തിയതായ ആൽമാർ സ്വർഗത്തിൽ എത്തിയതായ ആൽമാർ ഒട്ടിಗೆ കേൾക്കരുതൈത്തിക്കർ അൻ അഫീദു അലൈന മിനൽ മാ. നിങ്ങൾക്ക് അല്ലാഹു തആല തന്നതായ ആ ഒരു തണ്ണീര് അത് ഞങ്ങൾക്ക് ഒരു ഡ്രോപ്പ് ആയെങ്കിൽ തരും. എന്തേ കാരണ ഞങ്ങൾക്ക് ആ നരകത്തിൽ
ನಂಗೆ ಕಿಟ್ಟೋಗು പോണ്ടത് ನಂಗೆ അല്ലാഹു തആലറൊട്ടിಗೆ ഞങ്ങളെ തൊണ്ട വടിഞ്ഞിര് അതെല്ലാം നക്ക് തായ്ച്ചോണ്ടുണ്ടു എങ്ങനെ ചൊല്ലാറുണ്ടായെങ്കിൽ അല്ലാഹു തആല ഞങ്ങ നരകത്തിൽ എത്തിയതായി ആൽമാറൊട്ടിಗೆ ഞങ്ങൾക്ക് കൊടുക്കുന്നതായ തണ്ണി ആ നരകത്തിൽ എത്തിയതായ ആൽമാരുടെ ചീ ആ നരകത്തിൽ എത്തിയതായ ആൽമാരുടെ ചോര അതല്ലെങ്കിൽ അങ്ങനെ തടിയിൽ ആ ഗായത്ത് അതിൽ വെടുക്ക് തണ്ണി ബണ്ടതായി ആ തണ്ണീരൈത്തിക്കിற അല്ലാഹു തആല നാളെ നരകത്തിൽ എത്തിയതായി ആൽമാർക്ക് കൊടുക്കരുത്. അതേ ചൊല്ലുന്നതിന് വലാ തുആമുൻ ഇല്ലാ മിൻ ഗിസ്ലീൻ അങ്ങ് ഗിസ്ലീൻ അല്ലാണ്ട് വേറൊന്നും കിട്ടോക്ക് പോണ്ടില്ല. ഇതേ ആയിട്ടിക്കിற ഗിസ്ലീൻ്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടിപാട്ടി തന്നെ. അത്ര മാത്രമേ അല്ല, ഇത് ആറ് കൈത്തിക്കിற അല്ലാഹു തആല കൊടുക്കരുത്. ലാ യഅ്കുലുഹു ഇല്ലൽ ഖാതിഊൻ. ഈ ദുനിയാവുലു തപ്പാക്കാത്തെ തപ്പാക്കിയ ബലത്തതായ ആൽമാറല്ലാണ്ട് വേറെ ആർക്കും അത് കിട്ടോക്ക് പോണ്ടില്ലാണ്ട് ഐത്തിക്കിറ് അല്ലാഹു തആല ഞങ്ങൾക്ക് ഖുർആനിൽ പടിപാട്ടി തണ്ടത് കാണുക. നോക്കൂ, ഇത്തരെല്ലാം ഞങ്ങൾക്ക് അല്ലാഹു തആല നരകത്തെ വിഷയത്തിൽ പടിപാട്ടി തന്നു. ചൊല്ലോക്ക് പോയിട്ടുണ്ടെങ്കിൽ എത്രമാ ഉദ്ധത്തിലെത്തിക്കിറി നരകത്തിൽ എത്തിയതായ ആൽമാർക്ക് ശിക്ഷ കിട്ടിയ വിഷയത്തിൽ ഞങ്ങൾക്ക് അല്ലാഹു തആല ഖുർആനിൽ പടിപാട്ടി തണ്ടത് കാണുക. എത്ര ആയത്തെ എത്തിക്കിற അല്ലാഹു തആല ഞങ്ങൾക്ക് പടിപാട്ടി തന്നത്. ആ നരകത്തിൽ എത്തിയതായ ആൽമാർക്ക് ഇട്ട ഡ്രസ്സ് എന്തിര്, അങ്ങ് ഉറങ്ങുന്നതായ ബെഡ് എന്തിര്, അങ്ങ് കൊടുക്കുന്നതായ ഫുഡ് എന്തിര്, എങ്ങനെ എത്തിക്കിറങ്ങ അതിരെ തിന്നര്. അതേ നോക്കൊരു അല്ലാഹു തആല ഞങ്ങൾക്ക് പടിപാട്ടി തണ്ടത് ഇന്ന ഷജറത സഖൂം അങ്ങ് സഖൂം ചൊല്ലതായ ഒരു തൈ ഒരു മറ അങ്ങ് തിന്നൊക്കെ കൊടുക്കുക. എങ്ങനെ എത്തിക്കരുത് ಅದರ ವಿಷಯದಲ್ಲಿ ನಂಗೆ ರಸೂಲ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಪಡಿಪಾಟಿ ತನ್ನದು. ಆ ಜಕ್ಕೂಂ ಚೊಲ್ಲದಾಯ ಆ ഒരു മർത്തിരെ ഒരു ഡ്രോപ്പ് ഈ ദുനിയാവ് വിറ്റിട്ടുണ്ടായെങ്കിൽ ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് കിട്ടതായ എല്ലാ ടേസ്റ്റ് ഇന്നതായ സാമന ഞങ്ങൾക്ക് കിട്ടതായ എല്ലാ ടേസ്റ്റ് ആയിട്ടുള്ള സാമന അതിൽ എല്ലാത്തും ടേസ്റ്റ് ഇല്ലാണ്ടാവുണ്ടായിത്തിക്കർ ഞങ്ങൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടിപാട്ടി തന്നെ. ഇത്ര ഐത്തിക്കറ് നരകത്തിൽ കിട്ടിയതായ ആൽമാർ ആയെങ്ക ആ നരകത്തിൽ ഇന്നതായ ആ വ്യക്തി ആ മനുഷ്യ ആ ആള് ಅವನು ಅದರ ತಿನ್ನೋ ನಾವು ಎಂದ ಚೊಂದೆಂಟಾಯ ಅವನಿಗೆ ಪೈಚೋಂಟುಂಟು ಅವನು ಅಲ್ಲಾಹು ತಆಲರೊಟ್ಟಿಗೆ ಬುಲ್ಪಿಟ್ಟಿದ್ದು ಕೇಟದೈತಿಕರ ಆ ಫುಡ್ ರೇ ಆಯಂಗ ಇದ್ರೆ ಆ ಒಂದು ಕೈಪೆ ಅದರ ಕೈಪೆರೆ ಚೊಂತ ಅವನು ಅದರ ಮುಳುಗಿತ ಅವನು അവൻ്റെ ബയർ ചൊല്ലത് കംപ്ലീറ്റ് പൊട്ടിത്ത് കൊണ്ടതൈത്തിക്കർ. അത്ര കൈപ്പയത്തുള്ള ഒരു സാമന അത്ര കൈപ്പയത്തുള്ള ഒരു തൈ ഇതൈത്തിക്കർ നാളെ നരകത്തിൽ എത്തിയതായ ആൽമാർക്ക് അല്ലാഹു തആല കൊടുക്കരുത്. ഇത്ര മാത്രമേ അല്ല, ചൊല്ലോക്ക് പോയിട്ടുണ്ടെങ്കിൽ എത്രമാ ഉണ്ടോ നരകത്തിൽ എത്തിയതായ ആൽമാർക്ക് കിട്ടതായ അദാബ്. ഈ ദുനിയാവിൽ ആരെയും ഒരുത്ത വഞ്ചനാക്കിട്ട് നടക്കുകയാണെന്നുണ്ടായെങ്കിൽ ಅವನಿಗೆ ಅಲ್ಲಾಹು ತಆಲ ಎಂಗಂತ ಅದಾಬ್ ಕೊಡ್ಕರ. ವೈಲ್ ಚೊಂತುಲ್ಲವರ ಅದಾಬ್ ಐತಿಕ್ಕರು ಅಲ್ಲಾಹು ತಆಲ ಪಡಿಪಾಟಿದೆ. ಅಂದರೆ ವೈಲುಲ್ಲಿಲ್ ಮುತಫಿಫೀನ್ ಅಂದರೆ ತೂಕത്തിൽ കൊറോടിയാക്കുന്നതായ ആൽമാർ, തൂക്കത്തിൽ ആൽമാർക്ക് ഡോങ്കിയാക്കിട്ട് കൊടുക്കുന്നതായ ആൽമാർക്ക് ಐತಿಕ್ಕರು അല്ലാഹു തആല വൈൽ ചൊന്നിത്. ഈ വൈലിന്റെ വിഷയത്തിൽ ഉലമാക്കന്മാർ ഞങ്ങൾക്ക് ജണ്ട് അഭിപ്രായ ഞങ്ങൾക്ക് പടിപാടി തണ്ടത് കാണുക. നേരെ അഭിപ്രായം മാത്രമേ അല്ല, പിന്നമ്മ ഇത് നേരെ ಐತಿಕ್ಕರು. ಅಂದರೆ ಒಂದು ವೈಲ್ ചൊന്നിട്ടായെങ്കിൽ നാശ, രണ്ടാമത്തേത് വൈൽ ചൊന്നിട്ടായെങ്കിൽ എന്തിര് നരകത്തിൽ ഒരു ഡോർ ಐತಿಕ್ಕರು ഒരു ಜಾಗ ಐತಿಕ್ಕರು ആർക്ക് ಐತಿಕ್ಕರು കിട്ടോകുമ്പോണ്ടത് ഈ ദുനിയാവുലു വഞ്ചനാക്കിട്ട് ഡോങ്കിയാക്കിട്ട് നടന്നുകൊണ്ടിരുന്നതായി ആൽമാർ. ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കുള്ള ഒരു വിഷയമുണ്ട്. അല്ലാഹു തആല ഞങ്ങൾക്ക് എന്തിനാ ചൊന്നറ തൂക്കത്തിൽ കൊറോടിയാക്കുന്നതായ ആൽഗൈത്തിക്രി വൈൽ ചൊന്തുല്യ ശിക്ഷ. ആ ശിക്ഷ എന്തിനാ ഞാൻ നിങ്ങൾക്ക് പടിപാട്ടി തണ്ട് ആയെങ്ക ഇതിൽ ഞങ്ങൾ മനസ്സിലാക്കണം. എന്തിരെ തൂക്കത്തിൽ മാത്ര കൊറോടിയാക്കിയ ആളുകളല്ല ഇത് കിട്ടോകുമ്പോണ്ടത്. പിന്നമ്മ ഒരുത്ത ಅವನು ಜಾಗ ಬಿಕ್ಕರವನುಲ್ಲಾನಂಟಾಯಂಗ್
ಅವನು ಆಲ್ಮಾರ್ಗದ್ರೆ ಜಾಗೆ ಬಿಕ್ಕರೆ ಹಣ ಕಲವು ಚೊಂತು ಅದೆಲ್ಲ ಹೆಂಗೆ ಬರ್ತಾ ಅವತರ ಬಿಕ್ರಾನ್ ಆಲ್ಮಾರ್ಗ ಕಲವು ಚೊಂತ ಅವತರ ಬಿಕ್ರ ಬೆರ್ದೇಗುಮ್ ಆಲ್ಮಾರ್ಲ ನಿಂತು ಕಾಸರ ಬಲ್ಚೆಡ್ಕ್ರ ಹಿಂಗಂತ ಎಲ್ಲಾರ್ಗು ಮೈತಿಕ್ರಿ ಇವರು ಅದಾಬ್ ಕಿಟ್ಟೋಗ್ಕೊಂಡದ್ದು ಎಂದ್ರೆ ಆಯ್ತಿಕ್ರ ಅದಾಬ್ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പാട്ടി എന്തിരെ ആ നർഗത്തിൽ ഈ ദുനിയാവിൽ വഞ്ചനാക്കിയിട്ട് നടന്നുകൊണ്ടിരുന്നതായ ആ ഒരു മനുഷ്യരെ നാളെ നർഗത്തിൽ അല്ലാഹു തആല വയിൽ ചൊന്തുള്ള ജാഗയ്ക്ക് കുട്ടിയോണ്ട് പോണ്ട അവിടെ കുട്ടിയോണ്ട് പോയിട്ട് ഒരു ബോക്സ് എങ്ങനത്തെ ബോക്സ് ആ ബോക്സ് കംപ്ലീറ്റ് തീ ഉള്ള ഒരു ബോക്സ് ಐತಿಕ್ಕರು തീ കത്തിയോണ്ടിಕ್ಕರು ഒരു ബോക്സ് ಐತಿಕ್ಕರು ആ ബോക്സ് ഉൾಗ ഈ മനുഷ്യരെ ഇട്ട് എന്തിരാക്കರು തീരെ ഒരു ചെയിനിൽ എത്തിക്കിற മനുഷ്യരെ കെട്ടി വയ്ക്കരുത് അതിൽ കെട്ടി വെച്ചിട്ട് പിന്നെ ആ ബോക്സിൽ ബന്ധാക്കരുത് ഇതിൽ അവിടെ ഇന്നതായ ആൾമാരെല്ലാവരും കേട്ടാർ എന്തിനാ എത്തിക്കിற ഈ ഒരു തീരെ ചെയിനിൽ കെട്ടര് എന്നിട്ട് എത്തിക്കിற അല്ലാഹു തആല ചെയിനിൽ കെട്ടിട്ട് വയ്ക്കിற ബോക്സിൽ ബന്ധാക്കേണ്ടെങ്കിൽ മയാവില്ലേ അങ്ങ് മറക്കില്ലേ അങ്ങ് ആ നൊമ്പല കിട്ടില്ലേ അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത് എന്തിരെ അങ്ങ് ഈ ദുനിയാവിൽ അല്ലാഹു തആല നിങ്ങൾ ആൾമാർക്ക് വഞ്ചനാക്കൊക്കെ പോകണ്ട ಹರಾಮರ ಪನಿ ಹಾಕೋಕೆ ಪೋವಂಡ ಆಲ್ಮಾರ್ಗ ಡೋಂಗಿ ಹಾಕಂಡ ಆಲ್ಮಾರ ಚೀಟ್ ಹಾಕಂಡ ಚೊಂತು ಪಡಿಬಾಡಿತ್ತು ಕೊಡ್ತೆ ಅಲ್ಲಿ ಪಿನ್ನಂ ಅಯ್ಯಂದ್ರೆ ಹಾಕ್ಯಾರು ಆಲ್ಮಾರ್ಗ ಡೋಂಗಿ ಹಾಕ್ಯಾರು ಅದಕ್ಕೆ ಐತಿಕ್ರ ಅಲ್ಲಾಹು ತಾಲಿಗಂತೆ ಅದಾಬ್ ಕೊಡ್ಕರೆ ಎಂದಿರ್ತಿಗೆ ಐತಿಕ್ರು റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത് നോക്കൊരു ആ തീരെ ഒരു ചെയിനിൽ കെട്ടി വെച്ച് താമത്ത് നമുക്ക് പന്തൊകാവില്ല അത്ര ടൈറ്റ് ಐತಿಕ್ರೌಂಡ್ കെട്ടി വയ്ക്കരുത് ಅವನು ആ അദാബരെ ആ തീയിൽ കിട്ടതായി ആ ഒരു നൊമ്പലത്തെ അവൻ ആസ്വദിക്കണം അവನು അതിൽ ടേസ്റ്റ് ആക്കണം അല്ലേ ഇങ്ങനെ എത്തിക്കിറനാൽ അല്ലാഹു തആല ഞങ്ങൾ നരകത്തിക്ക് എത്തിയാറുണ്ടായെങ്കിൽ അല്ലാഹു തആല ഞങ്ങൾക്ക് തൻ്റെതായ അദാബ് നരകത്തിൽ എത്തിയതായ ഒരു വ്യക്തി സ്വർഗത്തിൽ എത്തിയതായ ഒരാൾ അവൻ എപ്പത്തും മറക്കില്ല ആയെങ്ക നരകത്തിൽ എത്തിയതായ ആൾമാർക്കും അതേപോലെ എത്തിക്കರು ഈ ദുനിയാവിൽ ഒರ್ತಗೆ തീ പിടിച്ചിട്ടുണ്ടായെങ്കിൽ അവൻ മറിച്ചിട്ട് പോകണ്ട ആയെങ്ക ഇതേ ദുനിയാവർ തീരെ കാണിട്ട് 69% യാർ 69 ഇരട്ടി യാർ ഒരു സ്ട്രോങ് ഉള്ളതായ ഒരു തീ എത്തിക്കിற നരകത്തെത്തി ಅದರ ವಿಷಯದಲ್ಲಿ നമുക്ക് അല്ലാഹു തആല പടിപാടിത്തന്നെಂದ್ರೆ ആ നരകത്തിൽ എത്തിയതായ ഒരു മനുഷ്യരെ തോല് ചൊಂತುള്ളത് ಕಂಪ್ಲೀಟ್ ಇಲ್ಲ ಅಂತ ಅವರು തടി ചൊല്ലறது ಕಂಪ್ಲೀಟ್ കത്തിട്ട് പോണ്ടു അതിൽ പിന്നെന്താക്കരെ കുല്ലമ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ ನಂಗೆ ಎಂದಿರ ಹಾಕ್ರ അങ്ങനെ തോലുരെ ನಂಗೆ ಚೇಂಜ್ ಹಾಕ್ರ ನಂಗೆ ಅದರ ಬದಲು ಹಾಕ್ರ എങ്ങനെ അതിരെ ഒരു ബട തീ പിടിച്ചിട്ട് കത്തിട്ടുണ്ടായെങ്കിൽ അതിರ തോൽ ಕಂಪ್ಲೀಟ್ ಇಲ್ಲ ಅಂತ ಅವರು പിന്നെ ഇറച്ചി ಐತಿಕ್ರು ಬಾಕಿಯವರು ಅದ್ರ ಮೇಲೆ ವಾಪಸ್ ಅವ್ರು ತೋಲಿಡ್ರಿ അതും കത്തിത് ಕಂಪ್ಲೀಟ್ ಇಲ್ಲ ಅಂತ ಅವರು ವಾಪಸ್ ಅದನ್ನ ನಂಗೆ ಚೇಂಜ್ ಹಾಕೊಂಡಿಕ್ರ ಬದಲು ಹಾಕೊಂಡಿಕ್ರ ಎಂದಿರ್ತಿಗೆ ಲಿಯದೂಕುಲ್ ಅವನು ಆ ಅದಾಬ್ರೆ ಟೇಸ್ಟ್ ಆಗೋನು ಅದಾಬ್ ಎಂದರೆ ಚೊಂತ ಅವನು ಅವಡೆ ಮನಸ್ಸಿಲಾಕೋನು ದುನಿಯಾವುಲು ಅಲ್ಲಾಹು ತಆಲ ಚೊಂದರು ನಂಗರೊಟ್ಟಿಗೆ ಎಂದರೆ ಹರಾಮರ ಪಣಿಗೆ ನೀನು ಪೋಂಡ ಈ ದುನಿಯಾವುಲು ಬಡ್ಡಿ ಇರ್ತದೆ ನೀನು ಚೈಕಂಡ ಇನ್ನೆದಾಯೆ ಅನ್ಯ ಕೌಮರ ಪೆಣ್ಣರೊಟ್ಟಿಗೆ ನೀನು ಚುತ್ತೋಗು ಪೋವಂಡ അതായത് നിക്ക് മഹനമല്ലാത്ത ഒരു പെണ്ണിനൊട്ടിಗೆ ನೀನು ചുത്തോಗು പോവണ്ട ಬೇಂಡಾತ ಪನಿ ಹಾಕಂಡ ಬೆಡ್ಕ ಆಣ್ಮಕ್ಕಳೊಟ್ಟಿಗೆ ಕೂಡಂಡ ಕೃತ್ಯಮೈತು ಕರೆಕ್ಟ್ ಐತು ಟೈಮಿಗೆ ನೀನು ನಿಸ್ಕರಿಕೆ ಹೋಗು ಬಾ ಸ್ವಂತ ಅಲ್ಲಾಹು ತಆಲ ನಂಗೆ ಇದೆಲ್ಲ ಪಡಿವಾಟಿ ತರ್ಮತ್ಗು ഇതിരെಲ್ಲ ನಂಗೆ ನೆಗ್ಲೆಕ್ಟ್ ಆಕಿದೆ ಐತಿಕ್ರು ഇതിരെಲ್ಲ ನಂಗೆ ಬಿಟ್ಟು ಐತಿಕ್ರ അതുകൊണ്ട് ಐತಿಕ್ರು നാളെ നരകത്തിൽ അല്ലാഹു തആല കൊടുക്കുന്നതായ അദാബ് ഇതെല്ലാം ನಂಗೆ പഠിച്ചിട്ട് വെക്കണം ಐತಿಕ್ರು ഇതെല്ലാവരും ഞങ്ങൾ മനസ്സിലാക്കുന്ന എത്തിക്കരു ഇത് ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങളെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു അദാബിനെ പേടി ഞങ്ങൾക്ക് ಬಂದೆತ್ತಿತಿಲ್ಲ ಅಂತಾയെങ്കിൽ അതുകൊള്ള ರೀಸನ್ ಎಂದರೆ ಅಲ್ಲಾಹು ತಆಲರ ತಕ್ವ ಚೊಂತುಲ್ಲದ ഞങ്ങളെ മനസ്സിಗೆ ಬಂದೆತ್ತಿತಿಲ್ಲ ಅಲ್ಲಾಹು ತಆಲರ ಅದಾಬിനെ പേടി ಅಲ್ಲಾಹು ತആಲರ ಶಿಕ್ಷೆರ ಆ ഒരു പേടി ഞങ്ങളെ മനസ്സിಗೆ ಬಂದೆತ್ತಿತಿಲ್ಲ ഇതേ എത്തിക്കൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കുകയില്ല ഇനി ಯಾರೈತು ಚೊಲ್ಲೋಗು പോയിണ്ടേ ನಾನನ್ನ ಪಲ್ಕತೆ ಉದ್ದೆಂದು ಬಲ್ಕಿಯೋಗಿ പോണ്ടിಲ್ಲ ನಂಡೆಲ್ ಪಿನೆ ಏನರಾಲೋಡ ಕ್ಲಾಸ್ ಎಡ್ಕೋಗಿ ಬಂತು ಹೆಂಗ ഒരു ವಿಷಯ ನಂಗೆ ನೆನಪು ಬೇಕು ನೋಗೋರು ಅಲ್ಲಾಹು ತಆಲ ನಾಳೆ ಕಿಯಾಮತ್ ನಾಲ್ രണ്ട് ഞങ്ങളൊಟ್ಟಿಗೆ കേൾக்கிறതായ ഒരു ക്വസ്റ്റ്യൻ എത്തിക്കರೆಂದರೆ മാ അദ്ദബ്തഹു വമാ അല്ലംത ആര വിഷയത്തിൽ അല്ലാഹു തആല ഖുർആനിൽ നോക്കോರು ನಂಗೆ ಈ ದುನಿಯಾವುಲು ಎಂದಿರ್ತಾಂಗ ഒരു ವಿಷಯത്തിൽ ನಿಂಗದು ರಾಹತ್ ಐತಿಕ್ರು ನಿಂಗದು ಚಂದ ಐತಿಕ್ರು ನಿಂಗದು ಜೀನತ್ ಐತಿಕ್ರು
ഈ ദുനിയാവിൽ നിങ്ങൾക്ക് കിട്ടിയതായ ഒരു പീസ് ഒരു സുക്കൂൺ എത്തിക്കുറിച്ച് പടിപാട്ടി തന്നതായി ആ ഒരു മനുഷ്യരെ അതല്ലെങ്കിൽ ആ ഒരു സാമനത്തെ അതിരമേ വിഷയത്തിൽ എന്നൊരു ജാഗയിൽ എന്തിരെ ചൊന്നരേ വഅലമു അന്നമ അംവാലുക്കും ഔലാദുക്കും ഫിത്ന അവിടെ തെച്ചിത്തുല്യതായ എല്ലാ അബ്ബമാറും ഇതിന്റെ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കണം എത്തിക്ക് എന്തിരെ നിങ്ങൾ അറിയോറും എന്തിരെ അന്നമ നേരയിത്തും അംവാലുക്കും ഔലാദുക്കും ഫിത്ന എന്തിരെ എത്തിക്കരുത് നിങ്ങൾക്ക് കിട്ടിയതായ ഈ ഒരു സന്താനം നിങ്ങൾക്ക് കിട്ടിയതായ സമ്പത്ത് അത് നിങ്ങൾക്ക് ഫിത്ന എത്തിക്കരുത് ഇതേ നോക്കൊരു എന്ത് കയറ്റിക്കരുത് ചൊന്നരേ ചിലപ്പോൾ അത് ഞങ്ങൾക്ക് ദുനിയാവിലെ ഒരു ഫിത്ന എത്തി കിട്ടും അതല്ലെങ്കിൽ നാളെ ആഖിറത്തിൽ ഞങ്ങൾക്ക് ഒരു ഫിത്ന എത്തി അങ്ങ് മാറുവാറ് അങ്ങ് ചേഞ്ച് ആവാറ് എന്തേ കാരണം നാളെ അല്ലാഹു തആല ഞങ്ങളൊട്ടിಗೆ കേൾക്കിറമ അദ്ദബ്തഹു വമാ അല്ലംത ഞാൻ നിങ്ങൾക്ക് ദുനിയാവ് നല്ലൊരു സന്താനത്തെ തന്നരെ നല്ലൊരു മക്കളെ തന്നരെ എന്തിരെ അതബൈത്തിക്കർ നീ നിന്റെ മക്കൾക്ക് പരിപാടിച്ച് കൊടുത്തതുണ്ട ദാ അണ്ടത്തെ നാളിൽ ನಂಗೆ ಅಲ್ಲಾಹು ತಾಲರ ಎದುರ್ನ ಆನ್ಸರ್ ಹಾಕಿರದೆ ಐತಿಕ್ರೆ ಅಂದ್ರೆ ನಾನು ಅಂಡೆ ಮೋನಿಗೆ ಪಡಿಬಾಟಿ ಅಂದ್ರೆ ಪಡಿಬಾಟಿಯ ಹೆಂಗನೆ ಐತಿಕೊಂಡು ಯಹೂದಿ ಮಾರ ಮುಡಿ ಹೆಂಗನೆ ಐತಿಕೊಂಡು ನಾನು ಯಹೂದಿ ಮಾರ ಮುಡಿ ಕಟ್ಟ ಹಾಕೋನು ಹೆಂಗನೆ ಐತಿಕೊಂಡು ನಾನಂಡೆ ಮೋತರೆ ನಾನಂಡೆ ಮೋನರೆ ಮೊಗತ್ತೆ ಯಹೂದಿ ಮಾರ ಮೊಗ ಐತಿ ತೀರ್ಬಾಟನು ಹೆಂಗನೆ ಐತಿಕೊಂಡು ನಾನಂಡೆ ಮೋನುಗು ಹರಾಮರ ತೆರು ಪಡಿಬಾಟಿ ಕೊಡ್ಕೊನು ಇದೇ ಐತಿಕ್ರೆ ನಾನು ನೀನಕ್ಕೆ ತಂದೆದಾಯಿ ಈ ಒಂದು ಸಂತಾನತ್ತೆ ಈ ಒಂದು ಮಕ್ಕಗೆ ನಾನು ಪಡಿಬಾಟಿ ಕೊಡ್ತಿದ್ದೆ ಐತಿಕ್ರೆ അതിൽ പിന്നെ കേൾക്കറ എന്തിരെ ഒമ അല്ലംതഹു എന്തിരെ അയിമൈത്തിക്കർ നീ പടിപാടിച്ച് കൊടുത്തുരേ അണ്ട് താൻ അല്ലാഹു തആലರೊಟ್ಟಿಗೆ ചൊല്ലறது എന്തിരെ ನಾನು ಅವನಿಗೆ ಪಡಿಪಾಡಿತ್ತು ಕೊಡ್ತೆ ಎಂದರೆ ಈ ದುನಿಯಾವಲು ಹೆಂಗನೆ ಐತಿಕೊಂಡು ನೀನು ಚೈಕೋಗಿಲ್ಲದು ಎಂದರೆ ಐತಿಕರು ನಿನ್ನ ಮೇಯ್ನ್ ಐತಿಲ್ಲ ಅವ್ರ ಸೋರ್ಸ್ ಎಂದಿರ್ತಗೆ ಐತಿಕರು ಈ ದುನಿಯಾವು ನೀನು ಬಂದರೆ ಸ್ವಂತ ನಾನು ಪಡಿಪಾಡಿತ್ತು ಕೊಡ್ತದಿಲ್ಲ ಪಿನಮ ನಾನು ಅವನು ಎಂದರೆ ಹಾಕ್ಯ ನಲ್ಲವರು ಇಂಜಿನಿಯರ್ ಹಾಕ್ಯ ಅದೆಲ್ಲ ನಲ್ಲವರು ಡಾಕ್ಟರ್ ಹಾಕ್ಯ ಅದೆല്ലെങ്കിൽ ഈ ദുനിയാവർ പേരോത്തിൽ എങ്ങനെ നീ പോന്നു ഇത് ഞാൻ പടിപാടിത്ത് കൊടുത്താ ചൊന്തു ഞങ്ങനാൽ അല്ലാഹു തആലയുടെ എതിർന്ന് ആൻസർ ആക്കരുത് എത്തിക്കൽ ഇങ്ങനെല്ലാം ആ ಹೋಗು തീരാണ്ടായെങ്കിൽ അല്ലാഹു തആലರೊಟ್ಟಿಗೆ ഞങ്ങൾ കൃത്യമായിട്ട് ദുആർക്കണം എത്തിക്കൽ അതല്ലെങ്കിൽ ഞങ്ങളെ മക്കളെ നേരായ ഒരു തെരുവ് എർത്തുകൊണ്ട് പോകണം എത്തിക്കൽ ഏത് തെരുവ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്തിരെ അല്ലാഹു തആലರೊಟ್ಟಿಗೆ ഞങ്ങൾ എപ്പം കേൾക്കരുത് എത്തിക്കൽ നീ എന്നെ നേരായ ഒരു മാർഗ്ഗത്തിൽ ഹിദായത്തിലാക്കി ನಿನ್ನ ನೇರಾಯ ಮಾರ್ಗದಲ್ಲಿ ಈ ದುನಿಯಾವಲು ചെയ്പാടി ചൊಂತು ನಂಗೆ ಅಲ್ಲಾಹು ತಆಲರೊಟ್ಟಿಗೆ ದುಆರ್ಕರದೆ ಐತಿಕರು ನೋಗೋರು ನಂಗಲ್ಲ ಮಕ್ಕಳಿಗೆ ದೀನ್ ಪಡಿಬಾಟನು ಅದಿಗೆ ಐತಿಕರಿದ ಇಂಡು ಎತ್ತರಮ ಜಾಗ ಐತಿಕರಿ ಈ ಒಂದು ಬಾಲಕಾರ ಬಾಲಕರ್ತಿ ಮಾರ್ಗ ಈ ಒಂದು ದೀನಿ ಐತು ಇಲ್ಲೇ ಕ್ಲಾಸ್ ಐಮರ ಕ್ಲಾಸ್ ಅದು ಪಡಿಬಾಟಗೆ ಎತ್ತರಮ ಸಲಫಿ ಐತು ಇಲ್ಲೇ ಆಲ್ಮಾರ್ അതുക്കുள்ளே അങ്ങനത്തെ ഒരു ജാഗിർ റെഡി ആക്കിയിട്ട് വെച്ചത് അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഞങ്ങളത് റെഡി ആക്കിയിട്ട് വെച്ചത് അതിൽ ഒന്നേ എത്തിക്കരുതാ നാളെ കലി 2 താരീഖിಗೆ ಹೊರಗೆ പോണ്ടതായ ടീം സ്പേസ് ടൗൺ ഹാളിൽ വെച്ചിട്ട് നടുക്കോക്ക് പോണ്ടത് 8:30 ಸ್ಟಾರ್ಟ್ ಆಯ್ತು ಟ್ಯಾಂಗ್ 5 ಗಂಟೆ ತೋಲ್ದಾ ಆ ಒಂದು ಗ್ಯಾಪ್ ಹಂಗೆ ಇಕ್ಕಿರೋದು ಖಾಲಿ ಅಲ್ಲಾಹು ರಸೂಲ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಪಡಿಬಾಟಿ ತಂಗದಾಯಿ ಆ ಒಂದು ದೀನರೇ ಆ ಒಂದು ಪಲ್ಕತೆ ಹಂಗೆ ಕೇಟೊಂಡು ಇಕ್ಕಿರೋದು ಐತಿಕ್ಕಿರು ഞങ്ങളുടെ മക്കളെ ഈമാൻ ചൊല്ലത് കംപ്ലീറ്റ് യാറവരത് എത്തിക്കറ് ഇതെല്ലാം ഞങ്ങൾ മനസ്സിലാക്കണം എത്തിക്കറ് ബദലൈത്ത് ഞങ്ങൾ എന്തിനാക്കുക തീര എവിടെ ഹറാമരെ തെരുണ്ടു എവിടെ ഹറാമരെ പടിപാട്ടിറാറ് അതിന്റെ പേരത്തിൽ ഞങ്ങൾ കർത്തവ് തീര ഇങ്ങനത്തെ ഈ ഒരു ദീനി ആയിട്ടുള്ള ഒരു ക്ലാസ് നടന്നുകൊണ്ടുണ്ടായെങ്കിൽ ಅದಕ್ಕೆ ഞങ്ങളുടെ മക്കളെ കർത്തണം ഞങ്ങൾ ಅದಕ್ಕೆ ಯಾರ ಪ್ರೋತ್ಸಾಹ ಹಾಕೋನು ഞങ്ങൾ ಅದಕ್ಕೆ ಯಾರ ಮಹತ್ವತೆ ಕೊಡ್ಕೋನು ಅಲ್ಲಾಹು ತಾಲ ನಂಗೆ ಅದಕ್ಕೆ ತೌಫೀಕ್ ಅಂತ ಅನುಗ್ರಹಿಕಟ್ಟು ನಂಗೆ ಎಲ್ಲರೂ ഒരു തീരുമാനം എടുത്തത് എത്തിക്കണം ഊർത്തെ പറത്തു പോകില്ല എന്തിരെ ഞങ്ങളെ മക്കളെ ഈ ഒരു പ്രോഗ്രാംക്ക് ഞങ്ങൾ എത്തുപാട്ട അതേപോലെ ഞങ്ങളെ പ്രായത്തെ മക്കളെ ഞങ്ങളെ കുടുംബത്തെ മക്കളെ ഞങ്ങൾ എന്തിനാക്കറ ഈ ഒരു പ്രോഗ്രാംക്ക് വന്ന് എത്തുപാട്ട ಇದೇನಿ ನನ್ನ ಭಾಷೆ ನನ್ನ ಲ್ಯಾಂಗ್ವೇಜಿನ ಅರ್ಥ ಆವತ್ತೆ ಬಲ್ತೆ ಎತ್ತರ ಆಲ್ಮಾರುಲ್ಲಾರ ഒന്നാമത്തേക്ക് ನಾನು ഞങ്ങളൊಟ್ಟಿಗೆ ಮಾಫ್ ಕೇಳ್ಕರೆ ಎಂದೇ ಚೊಂದಿಂಡ ನಕ್ಕು ಮಲಯಾಳಂ ಚೊಂತುಲ್ಲದ ನಕ್ಕು ಬಂಡಿಲ್ಲ ಇನ್ನಮ್ಮ ನನ್ನ ಲ್ಯಾಂಗ್ವೇಜ್ ಐತಿಕ್ಕಿರು ಬ್ಯಾರಿ ಹಂಗೆ ಅವ್ರ ವಿಷಯ ಚೊಲ್ಲೋಗುಲ್ಲದೆ ಅಂದರೆ ಈ ರಾಯತ್ತೆ ಆಲ್ಮಾರ್ ಎತ್ತರಮ ಕಷ್ಟ ಬಂದುಂಟುಲ್ಲದೆ ಐತಿಕ್ಕಿರು ಇವರು ಪ್ರೋಗ್ರಾಮ್ ಎತ್ತುಬಾಟೋಗುಲ್ಲದು ಅದಕ್ಕೆ ನಂಗೆ ಎಲ್ಲರೂ ಮಂಕ ಸಪೋರ್ಟ್ ಹಾಕೋಣ ಐತಿಕ್ಕಿರು ಅದಕ್ಕೆ ಐತಿಕ್ಕಿರು ಈ ರಾಯತ್ತೆ ಬಾಲಕಾರ ಆನ್ಮಕ್ಕ ಈ ರಾಯത്തിൽ ನಿಂತು ಬಸ್ ಫೆಸಿಲಿಟಿ ಹಾಕಿದೆ ಎಂದಿರ್ತಿಗೆ ಐತಿ ಆ ಒಂದು ಪ್ರೋಗ್ರಾಮ್ಗೆ ಎತ್ತೋಗೈತು ಅದೆಲ್ಲರೂ ನಂಗೆಲ್ಲರೂ ಮಂಗಳೊಟ್ಟಿಗೆ ಕಾಂಟ್ಯಾಕ್ಟ್ ಐತು ಆ ಒಂದು ಪ್ರೋಗ್ರಾಮ್ಗೆ ಬಂತು ಎತ್ತಿತ್ತು ಅದರ ಫಾಯ್ದೆ എടുಕೊಂಡು ಚಂದ ನಾನು ಕೇಟೊಂಡುಲ್ಲೆ ಏದೇ ಹೆಂಗೂ ನಾನು എൻ്റെ ಪಲ್ಕತೆ ನಿಪ್ಪಾಟ್ರೆ ಅಲ್ಲಾಹು ತಾಲ ನಂಗೆ ಎಲ್ಲರಿಗೂ മോണ്ട് യഥാർത്ഥമായ ദീനരെ പഠിക്കോಗು ಅದರ കൃത്യമായിട്ട് മനസ്സിലാക്കോಗು നേരായ ഒരു ദീനിൽ ചെയ്യിക്കോಗುlle തൗഫീഖ് തന്നിട്ട് അനുഗ്രഹിക്കട്ടെ ഞങ്ങൾ നീ തരഞ്ഞിട്ട് അറിയാണ്ട് ആയിപ്പോയി ദോഷത്തെ അല്ലാഹു താല മാഫാക്കി തരട്ടെ ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു
السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه وبعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. ബഹുമാനമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വലിയൊരു ടീം സ്പേസ് എന്ന പ്രോഗ്രാമിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു പ്രീ പ്രോഗ്രാമിലാണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി വരാനിരിക്കുന്ന പ്രോഗ്രാമും ഈ ഒരു മജ്‌ലിസുമെല്ലാം നമ്മുടെ എല്ലാം ഹിദായത്തിൻ്റെ വർധനവിന് കാരണമാക്കി തീർക്കുമാറാകട്ടെ. ഇതൊരു സ്വാലിഹായ അമലായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തമായ മേഖലകളിൽ വിജയം ആഗ്രഹിക്കുന്നവരാണ്. വ്യത്യസ്തങ്ങളായ കോഴ്സുകൾ പഠിക്കുന്നവരാണ് നമ്മൾ. വ്യത്യസ്തങ്ങളായ ലക്ഷ്യങ്ങൾ, ഗോൾസ് നമ്മുടെയൊക്കെ മനസ്സുകളിലുണ്ട്. ആ ഗോളിലേക്ക്, ആ സക്സസ് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും കഴിവതും പരിശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. യഥാർത്ഥത്തിൽ വിജയം ലഭിക്കണമെങ്കിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്, അതിനു വേണ്ട ഒരു മാർഗമാണ് നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് നമ്മളൊന്ന് മാറി നിൽക്കണം എന്നുള്ളത്. അത് എല്ലാവരും പറയുന്ന കാര്യമാണ്. അല്ലേ? രാവിലെ സുബഹി നിസ്കരിച്ചിട്ട് നമുക്ക് നല്ല ഉറക്കം വരുന്ന സമയമാണ്. ഉറങ്ങിയാൽ നല്ല കംഫർട്ട് നമുക്ക് ലഭിക്കും ചിലപ്പോൾ. എന്നാൽ ചില ലക്ഷ്യങ്ങൾ നമ്മൾക്ക് ഉണ്ട് എങ്കിൽ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരേണ്ടി വരും. ചില കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ട് എങ്കിൽ ആ ഉറക്കം മാറ്റി വെക്കേണ്ടി വരും. ചില ആളുകൾക്ക് ജിമ്മിന് പോകേണ്ടി വരും. വ്യായാമം ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്ക് ആ ഉറക്കത്തെയൊക്കെ മാറ്റിയിട്ട് ഒരൽപ്പം പരിശ്രമിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഞാൻ ആമുഖമായി സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്, രാവിലെ മുതൽ വൈകുന്നേരം വരേക്കും തങ്ങളുടേതായ ക്യാമ്പസുകളിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾ അൽഹംദുലില്ലാഹ് യഥാർത്ഥ വിജയത്തിൻ്റെ പാതയിൽ ആ യഥാർത്ഥ വിജയം ലഭിക്കണമെന്ന ഉദ്ദേശത്തിൽ ഒരൽപ്പം വിശ്രമിക്കണം, അതല്ലെങ്കിൽ സ്റ്റഡീസ്, അല്ലേ, പാഠങ്ങളുടെ ക്യാമ്പസിലെ സ്ട്രെസ്സുകൾ, പഠന സ്ട്രെസ്സുകളൊക്കെ മാറ്റാൻ വേണ്ടി ഒരൽപ്പം കളിക്കണം, ഏതെങ്കിലും ഒരു കളി കളിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്ന ആളുകൾ അവരുടെ ആ കംഫർട്ട് സോണിൽ നിന്ന് മാറി വന്ന് പള്ളിയിൽ വന്ന് ഇരിക്കുകയാണ്. വല്ലാഹി ഇന്നി ഉഹിബ്ബുക്കും ഫില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നെല്ലാം ഇത് സ്വീകരിക്കുമാറാകട്ടെ. ആദ്യമായി ആ ഒരു നല്ല മനസ്സിന് എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ യഥാർത്ഥ വിജയത്തിന് വേണ്ടി നമ്മുടെ ഏറ്റവും വലിയ കംഫർട്ട് സോണായിട്ടുള്ള ആ ഒരു സമയം നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. ദീന് പഠിക്കാൻ, ഒരല്പനേരം അള്ളാഹുവിൻ്റെ കലാമ് കേൾക്കാൻ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമൊഴികൾ കേൾക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നോക്കൂ, നമ്മളുടെ ഫോൺ, നമ്മളുടെ കൈകളിലുള്ള ഫോൺ, നമ്മൾ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ച്, നമ്മൾക്ക് പറയാൻ പറ്റും അല്ലേ, ഇതെൻ്റെതാണ്, ഇതെൻ്റെ ഫോണാണ്, ഇതെൻ്റെ വാച്ചാണ്. നമ്മൾ ധരിക്കുന്ന ചെരുപ്പ് അതെൻ്റെതാണ്.
ഞാൻ ധരിച്ചിട്ടുള്ള വസ്ത്രം അത് എൻ്റെതാണ് എന്ന് പറയാൻ പറ്റും. അത് നമ്മൾ സെലക്ട് ചെയ്ത കാര്യമായിരിക്കും, അല്ലേ? നമ്മൾ സെലക്ട് ചെയ്ത് വാങ്ങിയ സംഗതികളായിരിക്കും ഇതൊക്കെ. എന്നാൽ നമ്മളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളാണോ സെലക്ട് ചെയ്തത്? നമ്മളുടെ ശരീരം അത് നമ്മളാണോ സെലക്ട് ചെയ്തത്? ആണോ? ഒരിക്കലുമല്ല. നമ്മളുടെ ശബ്ദം അത് നമ്മൾ സെലക്ട് ചെയ്തുണ്ടാക്കിയതാണോ? നമ്മളുടെ ജീവിതം അത് നമ്മൾ സെലക്ട് ചെയ്തതാണോ? നമ്മെ പടച്ചിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്, അല്ലെ? ഇന്ദ്രിയത്തുള്ളിൽ നിന്ന്, സ്പേമിൽ നിന്നാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു തുള്ളിയിൽ എത്രയോ കോടി, അല്ലെ? അങ്ങനെ സൂക്ഷ്മമായ യന്ത്രങ്ങൾ വെച്ച് മാത്രം കാണാൻ സാധിക്കുന്ന ഒരു വസ്തുവിൽ നിന്ന്, വളരെ നിസ്സാരമായ ഒരു വസ്തുവിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത്, അല്ലെ? ചില ആളുകൾ ഇന്ന് പറയാറുണ്ട്, ക്യാമ്പസുകളിൽ പഠിക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ ചില ആളുകൾ പറയുന്നത് എന്താ, മൈ ബോഡി മൈ റൈറ്റ്, മൈ ബോഡി മൈ ചോയ്സ് എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ ജീവിക്കുന്ന ആളുകളുണ്ട്, അല്ലേ? ചില ആളുകൾ പറയും ജീവിതം അത് അടിച്ചു പൊളിക്കാനുള്ളതാണ്. എന്തിങ്ങനെ പള്ളിയിൽ കുത്തിരുന്നിട്ട് വെറുതെ നിസ്കരിച്ചിട്ട് എന്ത് കാര്യം? കുറെ ഖുർആൻ ഓതിയിട്ട് എന്ത് കാര്യം? അടിച്ചു പൊളിക്ക്, മാക്സിമം കയ്യിൽ കുറച്ചേ ഉള്ളൂ ജീവിതം, അതുകൊണ്ട് അടിച്ചു പൊളിക്കുക എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ സുബ്ഹാനല്ലാഹ്, നമ്മുടെ ജീവിതം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നതാണ്. നമ്മളതായിട്ടൊന്നുണ്ടോ? അല്ലേ? എങ്ങനെയാണ് അങ്ങനെ പറയാൻ സാധിക്കുക? ആ രീതിയിൽ എങ്ങനെയാണ് പറയാൻ സാധിക്കുക? വേണ്ടതുപോലെ തോന്നിയതുപോലെ ജീവിച്ചോ, അടിച്ച് പൊളിക്കടാ എന്ന് പറയാൻ എങ്ങനെയാണ് സാധിക്കുക? അങ്ങനെ അടിച്ചു പൊളിക്കുന്ന ഒരു യുവാവ്, എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള, ബ്രാൻഡഡ് ചെരുപ്പും വാച്ചും ലക്ഷറിയസ് കാറും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ അടിച്ചു പൊളിച്ചിരുന്ന ജീവിതം, അടിച്ചുപൊളി ലൈഫാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്യാൻസർ വരുന്നത്. അങ്ങനെ ക്യാൻസർ വന്നു, അദ്ദേഹത്തിൻ്റെ എല്ലാ അടിച്ചുപൊളിയും എന്തായി? അദ്ദേഹം നിർത്തിവെച്ചു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വലിയ വലിയ വിലപിടിപ്പുള്ള സാധനങ്ങൾ ലേലത്തിന് വെച്ച് എല്ലാം വിറ്റു. അതൊക്കെ പാവങ്ങൾക്ക് കൊടുത്തുന്നാണ്. പാവങ്ങൾക്കും പള്ളികൾക്കും കോടികൾ ഉണ്ടായിരുന്നു, മില്യണും ബില്യണും ഒക്കെ ഉണ്ടായിരുന്നു. ആരാ ആ യുവാവ്? അലി ബനാത്ത്, നമുക്കറിയാം, നമ്മൾ കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞത് എന്താ? അദ്ദേഹം എന്താ പറഞ്ഞത്? എൻ്റെ ക്യാൻസർ, എനിക്കെൻ്റെ റബ്ബ് നൽകിയ ക്യാൻസറാണ് എനിക്ക് യഥാർത്ഥ ജീവിതം പഠിപ്പിച്ചത് എന്നാണ്. എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചത് എനിക്ക് റബ്ബ് തന്ന ക്യാൻസർ ആണെന്നാണ്. സുബ്ഹാനല്ലാഹ്. അത്രയേ ഉള്ളൂ ജീവിതം എന്ന് പറയുന്നത്, അത്രയേ ഉള്ളൂ സഹോദരങ്ങളെ. എത്ര അടിച്ചുപൊളിയായാലും ഒന്ന് ക്രിയാറ്റിൻ, അല്ലെ? ക്രിയാറ്റിൻ ചെക്ക് ചെയ്യാൻ പറയും ഡോക്ടർ. എന്തോ കിഡ്നിക്ക് എന്തോ സംതിങ് ഉണ്ട് എന്ന് പറയും. അതോടുകൂടി തീരും. നമ്മളുടെ അവസ്ഥ എന്താ, അല്ലെ? എന്തായിരിക്കും നമ്മളുടെ ആ ഒരു പെട? വളരെ അടിച്ചു പൊളിക്കുന്ന സമയത്ത് ഡോക്ടർ പറയാണ് അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയേ. അതല്ലെങ്കിൽ ക്യാൻസറിനുള്ള ടെസ്റ്റ് എന്താ? ബയോപ്സി. അതൊന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയാം ഡോക്ടർ. എന്തായിരിക്കും, അല്ലെ? അടിച്ചു പൊളിച്ചിരുന്ന ജീവിതം അവസാനിച്ചു. അതാണ് നമ്മളല്ല നമ്മളെ നിയന്ത്രിക്കുന്നത് എന്നുള്ള ബോധമാണ് ആദ്യമായി നമുക്ക് വേണ്ടത്. നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ റബ്ബാണ് എല്ലാം നൽകിയത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമുക്കെല്ലാം നൽകിയിട്ടുള്ളത്, അല്ലേ? ഹുവല്ലദീ അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ. നിങ്ങൾക്ക് ഒരു വസ്തു പോലും അറിയാതിരുന്ന ഒരു സമയത്ത് അല്ലാഹു ആണ് നിങ്ങളുടെ ഉമ്മമാരുടെ വയറ്റിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് എന്നുള്ളതാണ്. ഒന്നും അറിയില്ലായിരുന്നു, അല്ലേ? ഒന്നുമില്ലായിരുന്നു. നമ്മളുടെ പേരൻസിനെ നമ്മൾ സെലക്ട് ചെയ്തതാണോ? ആണോ? ഒരിക്കലുമല്ല. റബ്ബ് നൽകിയത് അതും.
നമ്മളുടെ മുടിയും നമ്മളുടെ എല്ലാം, നമ്മളുടെ ഹൃദയമാകട്ടെ, നമ്മുടെ കിഡ്നി ആകട്ടെ, എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതും അവൻ തന്നെ എന്നും നിയന്ത്രിക്കുന്നതുമാണ്, എന്നും കൺട്രോൾ ചെയ്യുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചില്ലേ, അല്ലാഹുമ്മ റഹ്മതക അർജു ഫലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. അല്ലാഹുവേ, നിന്റെ റഹ്മത്തിനെ ഞാൻ ആഗ്രഹിക്കുന്നു, കൊതിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. എന്റെ കാര്യം ഒരല്പം പോലും, കണ്ണിമ വെട്ടുന്ന സമയത്ത് പോലും എന്നിലേക്ക് ഏൽപ്പിക്കരുത് റബ്ബേ. എന്നുവെച്ചാൽ എന്റെ കാര്യം എന്നിലേക്ക് തന്നെ ഏൽപ്പിക്കരുത് റബ്ബേ എന്ന് അഷ്റഫുൽ ഖൽഖായ ഏറ്റവും മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണാം. രാവിലെയും വൈകുന്നേരവും നമ്മളോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥനയാണത്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീത് അസ്ലിഹ് ലി ശഅനി കുല്ലഹു. എൻ്റെ എല്ലാ കാര്യവും നന്നാക്കണേ റബ്ബേ. വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. എൻ്റെ കാര്യം എന്നിലേക്ക് തന്നെ ഒരു സെക്കൻഡിൽ, ഒരു കണ്ണിങ്ങനെ വെട്ടുന്ന സമയം, കണ്ണിങ്ങനെ ചിമ്മുന്ന സമയമുണ്ടല്ലോ, ആ സമയത്തേക്ക് പോലും നമ്മളുടെ കാര്യം, എൻ്റെ കാര്യം എന്നിലേക്ക് ഏൽപ്പിക്കരുത് റബ്ബേ എന്നുള്ളതാണ്. അങ്ങനെ ഏൽപ്പിച്ചാൽ കഥ കഴിഞ്ഞു. നമുക്കറിയാം നമ്മളുടെ ഹൃദയത്തെ പ്രവർത്തിപ്പിക്കേണ്ടത് എങ്ങനെ നമുക്കറിയാം. നമ്മളുടെ തലച്ചോറിനെ പ്രവർത്തിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് പറയും നമുക്കറിയാം. അറിയോ? നമ്മുടെ കിഡ്നിയെ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നത് നമുക്കറിയാം? ഒരിക്കലുമില്ല അല്ലേ? ഒരു ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ, അയാൾക്ക് അയാളുടെ ഹൃദയം നിയന്ത്രിക്കാൻ കഴിയും? അതൊന്ന് നിലച്ചു പോയാൽ അതിനെ നിയന്ത്രിക്കാൻ അയാൾക്ക് കഴിയും? ഇല്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുള്ളത്, നമ്മോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് ഏത് കാര്യമാണ്, ദീനിയായിട്ടുള്ള കാര്യമാണെങ്കിലും, നമ്മളുടെ ശാരീരിക കാര്യമായാലും, ദുന്യവി ആയിട്ടുള്ള കാര്യമാണെങ്കിലും എല്ലാം റബ്ബേ എൻ്റെ കാര്യങ്ങൾ എന്നിലേക്ക് തന്നെ ഒരിക്കലും ഏൽപ്പിക്കരുത്. എന്ന് വെച്ചാൽ അള്ളാഹു നീ അത് കൃത്യമായി നിലനിർത്തി പോകണം എന്നുള്ളതാണ്. അപ്പോ നമ്മൾ അടിച്ചു പൊളിച്ചങ്ങനെ ജീവിക്കേണ്ടവരല്ല, ഒരിക്കലുമല്ല. നമ്മൾക്ക് കൃത്യമായി ജീവിതം എന്തിനു വേണ്ടി എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ? എന്തിനു വേണ്ടിയാണ് നമ്മുടെ ജീവിതം എന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ആ രീതിയിലായിരിക്കണം നമ്മുടെ ജീവിതം. ഒരിക്കലും തോന്നിയതുപോലെ ജീവിക്കേണ്ടവരല്ല നമ്മൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്ര ആളുകൾ, എൻ്റെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഇന്ന് ഫോൺ വിളിച്ചപ്പോൾ, ഇന്ന് കുറച്ച് ദിവസമായി, ഒരാഴ്ചയോളമായി ആ വിദ്യാർത്ഥി സ്കൂളിലേക്ക് വരുന്നില്ല. അങ്ങനെ പേരൻസിനെ വിളിച്ചിട്ടാവുമ്പോൾ ഒരു ഭാഗം അനങ്ങുന്നില്ല കുട്ടിയുടെ. അങ്ങനെ CT സ്കാനൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് MRI എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുകയാണ്, തലഭാഗത്തിന്റെ. നോക്കൂ, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അല്ലാഹു ആ കുട്ടിക്ക് എത്രയും പെട്ടെന്ന് ശിഫ നൽകുമാറാകട്ടെ. മെഡിക്കൽ ഫീൽഡിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ഇത്തരത്തിലുള്ള അനുഭവം പറയൽ ചിലപ്പോൾ അത് വെറുതെയാകും. കാരണം നിങ്ങൾക്ക് അതിനേക്കാളേറെ അനുഭവങ്ങൾ എന്നും കേൾക്കുന്നവരാണ് അല്ലേ? ജീവിതം അടിച്ചു പൊളിച്ച് പോകുമ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ എത്രയാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്? കേരളത്തിൽ ഒരു കുടുംബം, ഞാൻ മുമ്പ് ഒരു ക്ലാസ്സിൽ ഇവിടെ സൂചിപ്പിച്ചതായിരുന്നു, ഒരു ഫാമിലി, നല്ല ദീനിയായിട്ടുള്ള കുടുംബം. അവർ കാറിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ പിറകുവശത്തുള്ള ഒരു കുട്ടി എന്ത് ചെയ്തു? വെള്ളം കുടിച്ചിട്ട് ബോട്ടിൽ താഴെയിട്ടു. അത് ഉരുണ്ടിട്ട് നേരെ പോയി നിന്നത് ബ്രേക്കിന്റെ അടിയിലേക്കാണ്. പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടേണ്ടി വന്നപ്പോൾ പറ്റിയില്ല, അപകടമുണ്ടായി. ആ ഫാമിലി മൊത്തം മരിച്ചു. അതാണ് നമ്മളുടെ കൈകളിലല്ല ഈ ജീവിതം എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ സൗഭാഗ്യമാണ് ഈ ആയുസ് എന്നുള്ളത്. അതുകൊണ്ട് വളരെ കുറച്ചാണ് ഈ ആയുസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ദുനിയാവിലെ ജീവിതം എന്നുള്ളത് ഇനിയിപ്പോൾ 80 വർഷം 100 വയസ്സ് വരെ ജീവിച്ചാലും അത് വളരെ കുറവാണ്. അത്രയൊന്നും ജീവിക്കുമെന്നൊന്നും ഒരാൾക്കും അറിയില്ല അല്ലേ? പറഞ്ഞതുപോലെ ചെറിയ കുട്ടികളടക്കം സ്ട്രോക്ക് ബാധിക്കുകയാണ്, പെട്ടെന്ന് ബ്രെയിൻ നിലച്ചു പോവുകയാണ്, ഹൃദയമിടിപ്പ് നിന്നു പോവുകയാണ്.
പെട്ടെന്ന് വീണു പോവുകയാണ്. അങ്ങനെയുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ വേണ്ടത്? എങ്ങനെയാണ് ഈ ജീവിതത്തെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിച്ച് വേണം ഈ ജീവിതത്തെ ഉപയോഗപ്പെടുത്താൻ. അതുകൊണ്ട് നമ്മുടെ ബുദ്ധി ഒരിക്കലും എന്താ ചെയ്യാൻ പാടില്ല, പണയം വെക്കാൻ പാടില്ല. ഒരാൾക്കും പണയം വെച്ച് കൊടുക്കാൻ പാടില്ല. നമുക്ക് ബുദ്ധിയുള്ളവരാണല്ലോ. ഇപ്പോ 10ാം നിലയിൽ നിന്ന് ഒരാൾ താഴെ വീണാൽ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അദ്ദേഹത്തിന്റെ മരിച്ചില്ലായെങ്കിലും അദ്ദേഹത്തിന്റെ നട്ടെല്ല് ബാക്കിയാവും, അദ്ദേഹത്തിന്റെ സ്പൈനൽ കോഡ് ബാക്കിയാവും. അപ്പോൾ ഒരാൾ പറയാണ് അതൊന്നും പറ്റൂല, എനിക്കത് അനുഭവിച്ചിട്ടേ അറിയണം എന്നാരെങ്കിലും പറയുമോ? ഒരാളും പറയില്ല. അത് അനുഭവിച്ചാൽ മാത്രമാണ് അറിയുന്ന സംഗതി അല്ല. അതൊരു കോമൺ സെൻസ് മതിയല്ലോ. അത്തരത്തിലുള്ള ഒരു കോമൺ സെൻസ് നമ്മുടെ ജീവിതത്തിന്റെ വിഷയത്തിലും വേണം എന്നുള്ളതാണ്. നമ്മുടെ ആയുസ്സിന്റെ വിഷയത്തിൽ വേണം. ആര് വിളിച്ചാലും അങ്ങോട്ട് കയറി ചെന്ന് പോകേണ്ടവരല്ല നമ്മൾ. അതിലെന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ഹറാമിലേക്ക് മാടി വിളിക്കുമ്പോ അതിനെന്താ പ്രശ്നം? അനുഭവിച്ചറിഞ്ഞില്ലല്ലോ എന്ന ഒരു വാക്ക് പറഞ്ഞിട്ട് ബുദ്ധിയുള്ള ആളുകൾ അങ്ങനെ പറയൂല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ചെറിയ ആയുസ് എങ്ങനെ നമ്മൾ ജീവിക്കണമെന്ന് ക്രിയാത്മകമായി ആലോചിച്ച് വേണം ഉപയോഗപ്പെടുത്താൻ. അത് നന്മയുടെ വിഷയത്തിലാണെങ്കിലും തിന്മയുടെ വിഷയത്തിലാണെങ്കിലും. തിന്മ ചെയ്യുമ്പോൾ അതൊരു അപകടമാണ്. ആ അപകടത്തിലേക്ക് ചെന്ന് ചാടാതെ ഇരുന്നാൽ നമ്മൾ രക്ഷപ്പെടും. അത് ഉറപ്പുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം, ഹറാമാണെന്ന് പഠിപ്പിച്ച കാര്യം, അള്ളാഹു പഠിപ്പിച്ച കാര്യം. ഇവർ കള്ളം പറയോ? അള്ളാഹു റസൂലും കള്ളം പറയോ? ഇല്ല. ഒരു തിന്മ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഒരു ഹറാമായ കാര്യം അത് ഹറാമാക്കിയിട്ടുണ്ട് എങ്കിൽ അതിലെന്തുണ്ട്? അതിലൊരു ഹിക്മത്ത് ഉണ്ട് എന്നുള്ളതാണ്. അത് നമ്മുടെ നന്മക്കാണ്. നമ്മൾ കണ്ടില്ലേ, ലഹരി ഹറാമാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല. അതിന്റെ ഭവിഷ്യത്ത് നമ്മൾ കണ്ടില്ലേ? ഒരു മുസ്ലിം പേരുള്ള ഒരു കുട്ടി ഉമ്മാനെ കൊന്നത് നമ്മൾ കണ്ടില്ലേ, കേട്ടില്ലേ? അല്ലേ? ഇത്ര വലിയ അപകടമാണ്. അങ്ങനെ ഏതേത് വിഷയമാണെങ്കിലും അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട്. അവിഹിതങ്ങൾ, അഫയറുകൾ, അല്ലേ? ചില ആളുകള് ആണും പെണ്ണും ഒരാണും ഒരു പെണ്ണും പറയാണ് നമ്മളങ്ങനെ ജീവിക്കാണ്, നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു എന്ന് പറയണം. എന്താ നിങ്ങൾക്ക് എന്താ അതിനിപ്പോ പ്രയാസമായിട്ടുള്ളതാരാ, തടസ്സമായിട്ടുള്ളതാരാ? ആരായിരിക്കും? ഒരാണും ഒരു പെണ്ണും അവരൊരുമിച്ച് ജീവിക്കാൻ അവർ തീരുമാനിച്ചു ക്യാമ്പസിൽ. അപ്പൊ അതിന് തടസ്സമായിരിക്കുന്നതാരാ? ആരായിരിക്കും? ഏറ്റവും പ്രധാനമായി തടസ്സം നിൽക്കുന്ന ആരായിരിക്കും? ഉപ്പയും ഉമ്മയല്ലേ? അല്ലേ? സൈക്കോ. എത്ര ആറ്റുനോറ്റു വളർത്തിയ ഉപ്പയും ഉമ്മയുമാണ്. അവർക്ക് വേണ്ടി ജീവിതത്തെ ത്യജിച്ച ഉപ്പയും ഉമ്മയും, അവർക്ക് വേണ്ടി എത്രയോ ഉറക്കം നഷ്ടപ്പെടുത്തിയ ഉപ്പയും ഉമ്മയും, അവരുടെ കൈകളിലുള്ള പാടുകൾ അല്ലെ നമ്മൾക്ക് വേണ്ടിയുള്ളതാണ്. എത്ര പ്രാവശ്യം കൈ മുറിച്ചിട്ടുണ്ടാവും, എത്ര പ്രാവശ്യം ചൂട് കൊണ്ടിട്ടുണ്ടാവും, തീ പൊള്ളിയിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾക്ക് വേണ്ടി അവർ സഹിച്ചതാണ്. എന്നിട്ട് അവരെ പറ്റി പറയണം, അവരാരാ ചോദിക്കാൻ എന്നാണ് അവർ പറയാം, അല്ലേ? അവരാരാ ചോദിക്കാൻ എന്നാണ്. ഏത് ജീവിതം ഏതാ? നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരൽപ്പം എന്നെ ടെസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ തീർന്നതുള്ള അടിച്ചുപൊളി. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അല്ലേ നമ്മൾ സെലക്ട് ചെയ്താൽ അള്ളാഹു തന്ന പേരൻസ് ആണ് നമ്മൾ. ആ പേരൻസിനെ നോക്കിയിട്ട് പറയാം നിങ്ങളാരാ അത് ചോദിക്കാനെന്നാണ്. സഹോദരങ്ങളെ, ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജീവിതം എന്നുള്ളത് നമ്മൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ജീവിതം അത് തിന്മക്ക് ഉപയോഗപ്പെടുത്താൻ പാടില്ല. നമ്മളുടേതല്ല ഈ ജീവിതം, അള്ളാഹു നമുക്ക് നൽകിയതാണ്. അപ്പോൾ അള്ളാഹുവിനെ അടിമപ്പെട്ട് ജീവിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നന്മയുടെ വിഷയത്തിലാണെങ്കിലും തിന്മയുടെ വിഷയത്തിലാണെങ്കിലും. എന്താ നന്മയുടെ വിഷയത്തിൽ എന്താ? ഒരാൾ പറയാണ് എനിക്ക് കുടുംബമൊന്നും വേണ്ട, ഞാൻ മൊത്തം ഇനി ദീനിലേക്ക് മാറിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാലോ? അങ്ങനെ പറയാൻ പറ്റുമോ?
എനിക്ക് കുടുംബമൊന്നും വേണ്ട, പിന്നെ ഞാൻ മൊത്തം എനിക്ക് ജോലിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, ഞാനൊന്നും എടുക്കൂല, മൊത്തം പള്ളിയിലിരിക്കുകയാണ്, ഇബാദത്തുമായിട്ട് ഇരിക്കുകയാണ്, അങ്ങനെ പറയാൻ പറ്റും? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടാകുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഇങ്ങനെ പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 3 ആളുകളാണ് വന്നത്. അപ്പോൾ ഇവര് പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തെറ്റൊന്നും ചെയ്യാത്തതല്ലേ, അപ്പോൾ റസൂലിനത് മതിയായിരിക്കുന്നതാണ്. അതിലൊരാൾ പറഞ്ഞു, ഞാനിനി ഒരിക്കലും എന്ത് ചെയ്യില്ല, നോമ്പ് ഒഴിവാക്കുകയില്ല, എല്ലാ ദിവസവും നോമ്പ് അനുഷ്ഠിക്കുന്നു പറഞ്ഞു. ഒരാൾ പറഞ്ഞു, ഞാനിനി ഒരിക്കലും രാത്രി ഉറങ്ങുകയില്ല, രാത്രി മുഴുവനും നിസ്കരിക്കും. മറ്റൊരാൾ പറഞ്ഞു, ഞാനിനി കല്യാണം കഴിക്കൂല, കല്യാണം കഴിച്ച ആ കുടുംബവും മക്കളും പിന്നെ ഭാര്യയുടെ കുടുംബക്കാരും അല്ലേ, വീട്ടുകാരും, അങ്ങനെ കുറെ ചിന്തിക്കാനുണ്ട്, അത് വേണം. അതുകൊണ്ട് മൊത്തം ഇബാദത്തിലേക്ക് വേണ്ടി ഞാൻ മാറിയിരിക്കുകയാണെന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് എന്താ പറഞ്ഞത്? നിങ്ങൾ മാഷാ അല്ലാഹ് ഭയങ്കര ഉഷാറാട്ടോ, ഭയങ്കര തഖ്വ എന്നല്ല പറഞ്ഞത്. മറിച്ച് എന്താ പറഞ്ഞത്? ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്, അള്ളാഹു എനിക്ക് പഠിപ്പിച്ചിട്ടുള്ളത് ഇന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ തഖ്വയുള്ള ആള് ഞാനാണ്. ഫമൻ റദിബ അൻ സുന്നതി ഫലൈസ മിന്നി. എന്റെ സുന്നത്തിനെ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ, എന്നെക്കാളും കൂടുതൽ ചെയ്യണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്നുള്ളതാണ്. അപ്പോൾ ദീനിന്റെ പേരിൽ എന്താക്കണ്ട, അതിരുകവിയൊന്നും വേണ്ട. ജീവിതത്തിൽ ഒരിക്കലും ആവേശം പാടില്ല എന്നുള്ളതാണ്. അത് എടുത്തുചാട്ടം, അത് തിന്മയുടെ വിഷയത്തിലാണെങ്കിലും നന്മയുടെ വിഷയത്തിലാണെങ്കിലും ഒരിക്കലും നമുക്ക് പാടില്ല എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ദീൻ എങ്ങനെയാണോ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, ആ രീതിയിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അല്ലേ. എന്നാൽ നമ്മൾ പലപ്പോഴും അങ്ങനെയൊക്കെ ജീവിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ്. നല്ല രീതിയിലൊക്കെ ജീവിക്കണം, ദീനിയായിട്ട് ജീവിക്കണം, പഠനമൊക്കെ വേണം, ശരിയാണ്, പഠനം വേണം, ജീവിതം വേണം, ദീന് വേണം എന്നൊക്കെ ആഗ്രഹിച്ച് ജീവിക്കുമ്പോഴും പലപ്പോഴും ഇന്നത്തെ കാലത്ത് നമ്മെ നിയന്ത്രിക്കുന്നത് ആരാ? സോഷ്യൽ മീഡിയ ആണ്. നമ്മളുടെ ഹെയർ സ്റ്റൈൽ ആരതാണ് അല്ലെ? ഇന്ന് പലപ്പോഴും പല ഹാക്കർമാരും നമ്മളുടെ ബ്രെയിനിനെ ഹാക്ക് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ബ്രെയിനിനെ പലരും ഹാക്ക് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം. ആ ഹാക്കിലൊന്നും ഒരിക്കലും പെടാൻ പാടില്ല. നമ്മെ പലരും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. സോഷ്യൽ മീഡിയയിലെ യൂട്യൂബർമാർ നമ്മെ നിയന്ത്രിക്കുന്നുണ്ട്, വ്ളോഗർമാർ നമ്മെ നിയന്ത്രിക്കുന്നുണ്ട്, പല സെലിബ്രിറ്റികളും നമ്മെ നിയന്ത്രിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകാൻ പാടില്ല അല്ലേ. എന്താ ബിസിനസിന്റെ ഒരു കാര്യത്തിൽ പറഞ്ഞത് എന്താ അറിയോ? നിങ്ങൾക്ക് ആരെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് നൽകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളാണ് അവരുടെ പ്രൊഡക്റ്റ് എന്നാണ്. നിങ്ങൾക്കാരെങ്കിലും എന്തെങ്കിലും പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് നൽകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, അവരുടെ പ്രൊഡക്റ്റ് ആരാ? നിങ്ങൾ തന്നെ അവരുടെ പ്രൊഡക്റ്റ് എന്നാണ്. നമ്മൾ ഫാൻ യൂസ് ചെയ്യുന്നുണ്ട്, ഫ്രീ ആണോ? ബില്ലെടുക്കുന്നില്ലേ? ബില്ലെടുക്കുന്നുണ്ട്. ലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, മൈക്ക് യൂസ് ചെയ്യുന്നുണ്ട്, പലതും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാത്തിലും ബില്ലടക്കുന്നുണ്ട് അല്ലേ? ബില്ലടക്കുന്നുണ്ട്. നമ്മൾ ഡ്രസ്സ് വാങ്ങുമ്പോൾ അതിൻ്റെ ബില്ലടച്ചിട്ടാണ് നമ്മൾ ഡ്രസ്സ് വാങ്ങുന്നത്. എന്നാൽ നമ്മൾ യൂട്യൂബിൽ പലതും കാണുന്നുണ്ട്, ഫേസ്ബുക്ക് ഒരുപാട് മണിക്കൂറുകളോളം നോക്കുന്നുണ്ട്, ഷോർട്സും റീൽസും ഒക്കെ നോക്കുന്നുണ്ട്. നമ്മൾ ബില്ലടക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് ആരാ? നമ്മളാണ്. നമ്മളുടെ സമയമാണ് അവരുടെ പ്രൊഡക്റ്റ്, നമ്മളുടെ അമൂല്യമായ ആയുസ്സാണ് അവരുടെ പ്രൊഡക്റ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് പാവങ്ങളില്ലേ യൂട്യൂബേഴ്സ്, കോടികളുടെ വീടുകളുള്ള പാവങ്ങൾ അല്ലേ. ഈ അടുത്ത് തൊപ്പി എന്നുള്ളൊരു, അറിയില്ലേ ആള്, കണ്ണൂരുകാരനായ ഒരു തൊപ്പി എന്നുള്ളൊരു യൂട്യൂബർ, ഗെയിമൊക്കെ കളിച്ചിട്ട് അവൻ്റെ സമ്പത്തിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇങ്ങനെ ഒരാൾ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ എത്ര അറിയോ? എത്ര അറിഞ്ഞിരുന്നു ആരെങ്കിലും?
എത്രയോ കോടികളാണ്. ഒരു ദിവസത്തിൽ തന്നെ എത്രയോ ലക്ഷം അവന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എത്രയോ കോടി അവൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആരാ അവന് നൽകിയത്? വളരെ വൾഗറായിട്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്. വളരെ മോശമായി സംസാരിച്ചുകൊണ്ട് വളരെ മോശമായ കണ്ടന്റുകൾ ഈ ദുനിയാവിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. എത്രയാ ഫാൻസ് അവന്? ചെറിയ ചെറിയ കുട്ടികളാണ്, ചെറിയ ചെറിയ കുട്ടികൾ മുതലുള്ള ഫാൻസാണ് അവൻ. അപ്പൊ മൊത്തം ജനങ്ങളെ നിയന്ത്രിക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകളാണ്. അവന്റെ സ്വഭാവം ഈ കുട്ടികളിലുണ്ട്. അവൻ വിളിക്കുന്ന തെറികൾ, മോശപ്പെട്ട വളരെ മോശപ്പെട്ട തെറികൾ ഈ കുട്ടികൾ വിളിക്കുകയാണ്. അവൻ കാണിക്കുന്ന പല ആക്ഷനുകൾ, പല ആംഗ്യങ്ങളും ഈ കുട്ടികൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ LP സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. എൻ്റെ സ്കൂളിലെ 1ാം ക്ലാസ്സിലെ കുട്ടികൾ പോലും വളരെ മോശമായ ചില ആംഗ്യഭാഷകൾ കാണിക്കുകയാണ്. ചില ആക്ഷനുകൾ, ചില ഫിംഗറുകളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടുന്ന് കിട്ടി? ആരാണ് അവരെ നയിച്ചത്? 1ാം ക്ലാസ്സിലെ കുട്ടികളെ അത്തരത്തിലേക്ക് നയിച്ചത്, അവരുടെ ബ്രെയിനിനെ ഹാക്ക് ചെയ്തത് ആരാണ്? ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അവരുടെ പ്രൊഡക്റ്റായിട്ട് മാറാൻ പാടില്ല, ഒരിക്കലും ആകാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനം നമ്മൾക്ക് വേണമെന്നുള്ളതാണ്. അവരുടെ പ്രൊഡക്റ്റ് ആകാൻ പാടില്ല. അവർ കോടികൾ നമ്മെ വെച്ചിട്ട് സമ്പാദിക്കുകയാണ്. നമ്മളുടെ മൂല്യവത്തായ ഈ ആയുസ് നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും സഹോദരങ്ങളെ? എന്ന് ആലോചിച്ച് നോക്കി. ഗ്രീൻ വാലി എന്നുള്ളൊരു സ്കൂളുണ്ട് കോഴിക്കോട് ജില്ലയിൽ മുക്കത്ത് വെച്ച്. ഒരു ഗ്രീൻ വാലി എന്നുള്ളൊരു സ്കൂളുണ്ട്. അവിടുത്തെ ഒരു അധ്യാപകന് പറഞ്ഞത് എന്തറിയോ? അവിടെയുള്ളൊരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി അവിടെ വന്ന് അധ്യാപകനോട് പറഞ്ഞത്രേ, സാറേ, നമ്മുടെ നാട്ടിലൊരു ഉമ്മയുണ്ട്. ആ ഉമ്മക്ക് 3 കുട്ടികളുണ്ട്, ഭർത്താവില്ല. അവർക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? നമ്മുടെ നാട്ടുകാരൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടിയിട്ട് കളക്ഷനൊക്കെ ചെയ്ത് അങ്ങനെ വീട് വെക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. എൻ്റെ ഉപ്പാപ്പയാണ്, എൻ്റെ വല്യുപ്പയാണ് ഇതിൻ്റെ മെയിൻ ആൾ, ഇതിൻ്റെ നേതൃത്വം വഹിച്ചിരുന്നത്. അങ്ങനെ വീട് വെക്കാൻ തുടങ്ങിയിട്ട് ഒരു പകുതിയാവുമ്പോൾ പൈസ ഒക്കെ തീർന്നു. അപ്പൊ ഇനി എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ ഞാനൊന്ന് ആലോചിച്ചു. നമ്മുടെ സ്കൂളിലെ കുട്ടികളോടൊന്ന് കളക്ഷൻ നടത്തിയാലോ, എന്തെങ്കിലും അവർക്ക് കിട്ടുമല്ലോ എന്ന് ഞാനൊന്ന് ആലോചിച്ചു. എന്താണ് അഭിപ്രായം എന്ന് ഈ സാറിനോട് ചോദിച്ചു. സുബ്ഹാനല്ലാഹ്, ആ കുട്ടിയുടെ ചിന്ത ഇന്ന് അതൊരു ഗ്രീൻ കെയർ എന്നുള്ള ഒരു ചാരിറ്റി ആയിട്ട് മാറാം. എത്രയോ ആളുകൾക്ക് വീട് വെച്ച് കൊടുത്തു എന്നാണ്. നോക്കി, 9ാം ക്ലാസ്സുകാരിയായ ഒരു പെൺകുട്ടിയുടെ മനസ്സിലുദിച്ച ഒരു ആശയമാണ്. അങ്ങനെ എത്ര ചിന്തകൾ നമ്മൾക്കുണ്ട് ശരിക്കും. അത്തരത്തിൽ ദീനിപരമായിട്ടും സമൂഹത്തിന് നന്മപരമായിട്ടും ഒക്കെ ചിന്തിക്കേണ്ട നമ്മളുടെ ബ്രെയിനും നമ്മളുടെ ആയുസ്സും നമ്മളുടെ എനർജിയും ഒക്കെ നമ്മൾ വെറുതെ റീൽസിനും ഷോർട്സിനും ഇങ്ങനെ ഉപയോഗപ്പെടുത്തിയിട്ട് ഇത്തരത്തിലുള്ള വൾഗറായ ആളുകൾക്ക് വേണ്ടി നമ്മളുടെ സമയം അവർക്ക് നൽകി കൊടുക്കുകയാണ്. അവർക്ക് പണം ഇങ്ങനെ വാരിക്കോരി കൊടുക്കുകയാണ്, നമ്മളുടെ സമയം അവർക്ക് കൊടുത്തുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിൽ ഒരല്പം കരുതിയിരിക്കൽ അനിവാര്യമാണ്. ഈ വിഷയം കരുതിയിരിക്കൽ അനിവാര്യമാണ്. പലപ്പോഴും നമ്മൾ നല്ല രീതിയിലൊക്കെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാലും ഇത്തരത്തിലുള്ള ഷോർട്സിൻ്റെയും റീൽസിൻ്റെയും ഒക്കെ നമ്മളറിയില്ല, വെറുതെ ഇങ്ങനെ നോക്കിയിട്ട് അത് നമ്മളുടെ ബ്രെയിനിൽ ഫീഡ് ചെയ്യാണ്. ഓരോ കാര്യം അങ്ങനെയാണ്. പലതും നമ്മൾക്ക് നോർമലായില്ലേ? ഇപ്പോൾ മ്യൂസിക് കേൾക്കാൻ എന്താ പ്രശ്നം? അത് റീൽസിൽ കേട്ട് അത് നോർമലായിട്ടുണ്ട്. പെണ്ണിന്റെ ഔറത്ത് കാണുന്നത് എന്താ പ്രശ്നം? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ അതൊരു പ്രശ്നമായിരുന്നു. ഇന്ന് റീൽസിലും ഷോർട്സിലും ഒക്കെ ഇങ്ങനെ കണ്ട് അതൊരു ക്വൈറ്റ് നോർമലായിട്ട് മാറിയില്ല. ഒരു സാധാ ഒരു പ്രവർത്തനമായിട്ട് മാറിയില്ല. എന്താ ഇതിനൊരു പ്രശ്നം? നമ്മൾ തന്നെ അറിയാതെ അതിൻ്റെ ഭാഗമായിട്ട് മാറിയില്ല. അതുകൊണ്ട് നമ്മെ ഹാക്ക് ചെയ്യാൻ ഒരിക്കലും നമ്മൾ സമ്മതിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മുടെ ആയുസ് എന്നുള്ളത് വളരെ വിലപ്പെട്ടതാണ്. ഈ രീതിയിൽ ദീനിപരമായിട്ട് ചിന്തിക്കാൻ, സമൂഹത്തിന് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ നമ്മൾ ചിന്തിക്കണം. ആ രീതിയിൽ നമ്മുടെ ചിന്ത ആ രീതിയിൽ ഒന്ന് വരണം. എൻ്റെ ഒരു സുഹൃത്ത്
അവർ കസിൻസാണ്, രണ്ടാളുകൾ. ഒരാൾ കോട്ടയം എഞ്ചിനീയറിംഗ് കോളേജിൽ, കാസർഗോഡുകാരനാണ്, കോട്ടയം എഞ്ചിനീയറിംഗ് കോളേജിൽ കഴിഞ്ഞ വർഷം അവൻ്റെ പഠനം പൂർത്തിയായി. ഇപ്പോൾ കോഴിക്കോട് വെച്ചിട്ട് ഈ വർഷം എന്ത് ചെയ്തു, അവനൊരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവനൊരു വെബ്സൈറ്റ് തുടങ്ങിയത്. പിന്നെ അവൻ്റെ കസിൻ അവന് ആർക്കിടെക്ചർ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ പറഞ്ഞു വന്നത് 2 വിദ്യാർത്ഥികൾ. ഒരാൾ വിദ്യാർത്ഥി കാലം കഴിഞ്ഞു, ഇപ്പോൾ ഈ വർഷം ജോബിൽ കയറി. മറ്റൊരാൾ വിദ്യാർത്ഥിയാണ്, ആർക്കിടെക്ചർ വിദ്യാർത്ഥിയാണ്. അവരുടെ മനസ്സിൽ ഉദിച്ച ഒരു കാര്യമാണ് ഇന്ന് ഖയ്യിമ എന്നുള്ളൊരു വെബ്സൈറ്റ് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ആരെങ്കിലും. അതിൽ നമ്മുടെ സലഫി പണ്ഡിതന്മാരുടെ ഓരോ കിതാബുകൾ വെച്ച് ഉള്ള ദർസാണ് അതിൽ പഠിപ്പിക്കുന്നത്. മുമ്പ് കഴിഞ്ഞ ഓരോ ദർസുകൾ എടുത്തിട്ട് യൂട്യൂബിൽ നിന്നും മറ്റുമൊക്കെ എടുത്തിട്ട് അവരെന്ത് ചെയ്തു, ഒരു വെബ്സൈറ്റ് ആക്കി. എന്നിട്ട് അത് പഠിക്കാൻ ആർക്ക് വേണമെങ്കിലും പഠിക്കാം. അതൊരു കോഴ്സായിട്ട് തന്നെ അതിൽ അറബിക് ലാംഗ്വേജ് പഠിക്കാം, ഖുർആൻ തഫ്സീർ പഠിക്കാം, ഹദീസ് പഠിക്കാം, അഖീദ പഠിക്കാം. അങ്ങനെ ഓരോ അഖീദയിലുള്ള ഇത്ര കിതാബ്, ഇന്ന കിതാബ് പഠിക്കാം. ഹദീസിലുള്ള ഇന്ന കിതാബ്, അർബഊന നവവിയ മുതൽ ഇങ്ങനെ ഓരോ കിതാബുകൾ. നമ്മുടെ ജബ്ബാർ മദീനി പോലെയുള്ള ഷെയ്ഖ് യാസിർ ബിൻ ഹംസയെ പോലെയുള്ള പല പണ്ഡിതന്മാരുടെയും ദർസുകൾ ആ വെബ്സൈറ്റിൽ നമുക്ക് ലഭിക്കാം. അതാരുണ്ടാക്കിയത്? 2 വിദ്യാർത്ഥികളാണ്. അവരുടെ മനസ്സിൽ വെച്ചൊരു കാര്യമാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ ഇത്രയും പറഞ്ഞത്, നമ്മളുടെ ജീവിതം വെറുതെ പാഴാക്കി പോകേണ്ടവരല്ല നമ്മൾ. ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ മരണമുണ്ടാകാം. ഈ സംസാരിച്ച് തീരുമോ എന്ന് എനിക്കറിയില്ല, അല്ലേ? പക്ഷെ അതിന് മുമ്പ് മരിച്ചേക്കാം. ഈ മജ്‌ലിസിൽ നിന്ന് എണീറ്റ് പോകുമോ എന്നൊന്നും നമുക്ക് ആർക്കും ഉറപ്പില്ല. അത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം എന്നുള്ളത്. അതുകൊണ്ട് കിട്ടിയ ആയുസ്സിൽ എന്തെങ്കിലും ഒരു നന്മ ബാക്കിയാക്കണം, ഇവിടെ ബാക്കി വെച്ച് പോകണം എന്നുള്ളൊരു ഒരു തീരുമാനം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ഇത്രയും പറഞ്ഞത് ഇശാ നിസ്കാരത്തിന് മുമ്പ് നമുക്ക് നിർത്താം. നമ്മൾ 3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും അതിന് ഒരു പ്രയോറിറ്റി നൽകണം എന്നുള്ളതാണ്. നമ്മൾ മറക്കാൻ പാടില്ലാത്ത 3 കാര്യം, 3 ആളുകൾ. ധാരാ, ഒന്ന് നമ്മുടെ റബ്ബാണ്. ഏത് സമയത്തും നമ്മുടെ റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ വേണം എന്നുള്ളതാണ്. ആ റബ്ബിനെ മറന്നുകൊണ്ടുള്ള കളി ഒരിക്കലും നമുക്ക് പാടില്ല എന്നുള്ളതാണ്. കാരണം നമുക്കെല്ലാം നൽകിയത് ആ റബ്ബ് സുബ്ഹാനഹു വ തആല, അല്ലേ? നമ്മൾ എത്ര ശ്വസിക്കുന്നുണ്ട്, അല്ലേ? അതൊന്ന് ഒരൽപ്പം സ്റ്റക്കായി കഴിഞ്ഞാൽ വെന്റിലേറ്ററിലും മറ്റുമൊക്കെ ആയിട്ട് എത്ര ബില്ല് നൽകേണ്ടി വരും? നമ്മുടെ ശ്വാസത്തിന് എത്ര ബില്ല് നൽകേണ്ടി വരും? അതൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് നൽകുന്നുണ്ട്. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാം നൽകുന്നു. അപ്പോൾ ആ റബ്ബിന് ഇഷ്ടമില്ലാത്ത ഹറാമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ റബ്ബിനെ ഓർക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം പറയാനുള്ളത്. മറക്കാൻ പാടില്ലാത്ത, ഡോണ്ട് ഫോർഗെറ്റ് അവർ റബ്ബ്. റബ്ബിനെ മറക്കാൻ പാടില്ല എന്നുള്ളതാണ്. അവൻ്റെ നമ്മൾക്ക് അപ്പോൾ ആ റബ്ബിന് ഇഷ്ടമുള്ള കാര്യം നമ്മൾക്ക് ഇഷ്ടമാവണം. നിസ്കാരം ഇഷ്ടമുള്ളവരാരൊക്കെയാണ്? നിസ്കരിക്കുന്നുണ്ട്, 5 വക്ത് നിസ്കരിക്കുന്നുണ്ടാവാം, പക്ഷെ അതൊരു ഇഷ്ടത്തോടു കൂടി നിർവഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. എൻ്റെ റബ്ബുമായിട്ടുള്ള ഒരു സംഭാഷണമാണ് നിസ്കാരം. അതൊരു ഇഷ്ടത്തോടു കൂടിയും അതൊരു ആസ്വദിച്ച് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അതേപോലെ റബ്ബിനെ കുറിച്ചുള്ള ദിക്ർ, ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. നമ്മൾ അള്ളാഹുവിനെ ഓർത്തു കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ ഓർക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ആ റബ്ബിനെ എന്നും ഓർത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ആ റബ്ബിനെ മറന്നുകൊണ്ടുള്ള ഒരു കളിയും നമ്മൾക്ക് പാടില്ല. രണ്ടാമത്തേത് എന്താ? നമ്മളുടെ പേരൻസ് ആണ്. തൗഹീദ് കഴിഞ്ഞിട്ട് ഏറ്റവും പ്രധാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച കാര്യമാണ് നമ്മുടെ പേരൻസ് എന്നുള്ളത്, നമ്മുടെ മാതാപിതാക്കൾ. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന.
റബ്ബിനെ മാത്രം ആരാധിക്കണമെന്ന് അള്ളാഹു വിധിച്ചു. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് ഇഹ്സാൻ ചെയ്യുവാനും അവൻ വിധിച്ചു എന്നുള്ളതാണ്. തൗഹീദ് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും പ്രധാനമായി പറഞ്ഞത്. അപ്പൊ അവരെ ദ്രോഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ? നിങ്ങളാരാ അത് ചോദിക്കാൻ? എനിക്കും ഇപ്പൊ കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, എനിക്ക് 18 വയസ്സൊക്കെ ആയി എന്ന് പറയുന്ന ആളുകളില്ലേ? എവിടെയാ പറയുന്നത്? വാപ്പ ചോര നീരാക്കി പണിയെടുത്ത് ഉണ്ടാക്കിയ വീട്ടിനുള്ളില് അവന്റെ റൂമിൽ പറയാണ്, വാപ്പ ഉണ്ടാക്കി കൊടുത്ത റൂമിൽ ഇരുന്ന് പറയാണ്, നിങ്ങളാരാ ചോദിക്കാനെന്നോ അല്ലേ? വയറ് നിറച്ചും ഭക്ഷണം കഴിച്ചിട്ട് പറയാണവന്, നിങ്ങളാരാ ഉമ്മ ചോദിക്കാന്? ഞാൻ എന്തു ചെയ്യും, എനിക്ക് ആയില്ല, വയസ്സല്ല ആയില്ല, നിങ്ങൾ ഇപ്പൊ അങ്ങനെ പറയും? ഉമ്മാനോട് പറയാണ് അല്ലേ? നമുക്ക് ഒരു 10 kg ഉള്ള ഒരു സാധനം എത്ര നേരം കയ്യിലിങ്ങനെ ചുമന്ന് പിടിക്കാൻ പറ്റും? എന്നാൽ നമ്മൾ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ നമ്മളുടെ ഉമ്മ എത്ര ചുമന്ന് നടന്നിട്ടുണ്ട്. നമ്മൾ പ്രസവിച്ച കാര്യമൊന്നല്ല പറയുന്നത്, എത്ര അല്ലേ കല്യാണത്തിലേക്ക് കൊണ്ടുപോയതും അങ്ങനെ ബസ്സിൽ കയറി നിന്നതും എത്ര ഉണ്ട്, നമ്മളെ വഹിച്ചിട്ടുണ്ട് നമ്മുടെ ഉമ്മ. ആ ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്, നിങ്ങളാരാ? അല്ല, നമ്മളാക്കിയ നമ്മുടെ ഉപ്പയും ഉമ്മയുമാണ്. നമ്മൾ ഈ പള്ളി, ഇത്ര മനോഹരമായ പള്ളി അല്ലേ, എല്ലാം ഉണ്ട്. എന്നാൽ ഇത് നമ്മൾ കാണാത്തൊരു സംഗതി ഇല്ലേ ഇവിടെ? ആരാ? എന്താ? ഈ പള്ളിയുടെ ഫൗണ്ടേഷൻ, ഇതിന്റെ അടിത്തറ എന്നുള്ളത്. അതില്ലെങ്കിൽ ഇതുണ്ടോ? ഈ മനോഹരമായ 3 നില പള്ളി ഉണ്ടോ? ഇല്ല. അത് പലപ്പോഴും ആരും കാണൂല. ഈ പള്ളിയെ താങ്ങി നിർത്തുന്നത് ആ ഫൗണ്ടേഷനാണ്. അതാണ് നമ്മളുടെ ഉപ്പയും ഉമ്മയും. നമ്മളുടെ ഫൗണ്ടേഷനാണവർ. ദീനിൽ വലിയ സ്ഥാനമുണ്ടവർക്ക്. അപ്പൊ അവരെ വെറുത്തുകൊണ്ടും അല്ലെങ്കിൽ അവർക്ക് വെറുപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അല്ലെ, സുബൈക്ക് എണീക്കുന്നില്ല, അവർക്ക് എപ്പോഴും ഇതന്നെ കംപ്ലൈൻസ്. നിസ്കാരത്തിന് എത്തുന്നില്ല, ചിലർ പല്ല് തേക്കുന്നില്ല, ചിലർ കുളിക്കുന്നില്ല. എന്താ? ഫോണ്. ഭക്ഷണം നേരാവണ്ണം കഴിക്കുന്നില്ല. അതൊക്കെയാണ് ഇപ്പൊ പ്രശ്നം. ഉമ്മമാർക്ക് കംപ്ലൈൻസ്. അപ്പൊ അവരെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. മൂന്നാമതായി, ഡോണ്ട് ഫോർഗെറ്റ് അവർ സെൽസ്. നമ്മളെ തന്നെ ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. നമ്മൾക്കായിട്ട് ഒരൽപ്പം സമയവും ഒരൽപ്പം ഒരു ക്രിയാത്മകത നമ്മൾക്ക് വേണം. ആര് വിളിച്ചാലും പോകേണ്ടവരല്ല നമ്മൾ. നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള സമയം നമ്മൾ മാറ്റിവെക്കണം. നമ്മളുടെ ഇബാദത്തിന്, നമ്മളുടെ പഠനത്തിന്, അതിനൊക്കെ നമ്മൾ സമയം മാറ്റിവെക്കണം. ആര് വിളിച്ചാലും എന്തിനു വിളിച്ചാലും പോകേണ്ടവരല്ല നമ്മൾ. നമ്മളുടെ ജീവിതം നേരത്തെ പറഞ്ഞതുപോലെ എന്തിനെങ്കിലും ഒരു കാര്യത്തിൽ, ഏതെങ്കിലും ഒരു നന്മയിൽ നമ്മളുടെ പേരുണ്ടാകണം. നമ്മളത് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, അള്ളാഹുവിന്റെ അടുത്ത് നമ്മളുടെ പേരുണ്ടാകണം ഏതെങ്കിലും ഒരു നന്മയിൽ അല്ലെ? എന്താ? ഒന്നുമില്ല, നമ്മുടെ ക്യാമ്പസിലുള്ള ഒരു 4 കുട്ടികളെ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നു, ദർസിലേക്ക് അല്ലെങ്കിൽ മജ്‌ലിസിലേക്ക് കൊണ്ടുവന്നു. അവന് ദീന് പഠിച്ചു, അവന് മാറി. പോരെ? നമുക്ക് പോരെ? അവനിൽ ഉണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങളും ഖുറാഫാത്തുകളും ശിർക്ക് ബിദ്അത്തുകളും ഒക്കെ ഒഴിവാക്കി അവൻ തൗഹീദ് മനസ്സിലാക്കി എങ്കിലത് പോരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഖൈറുൽ ലക മിൻ, നിനക്ക് ഒരു ചുവന്ന ഒട്ടകം ലഭിക്കുന്നതിനേക്കാളും നല്ലതെന്നാണ്. മിൻ ഹുംറിൻ നഅം. അന്നത്തെ വലിയ റോൾസ് റോയ്സ് ആണ് അന്നത്തെ ഹുംറുൻ നഅം എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾക്ക് മെർസിഡീസ് ബെൻസും അതേപോലെ BMW റോൾസ് റോയ്സും ഒക്കെ കിട്ടുന്നതിനേക്കാളും നല്ലതെന്താ? ഏറ്റവും ഹൈറായിട്ടുള്ളത് എന്താ? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, നമ്മളെ കൊണ്ട് ആരെങ്കിലും ഒരു ഹിദായത്തിലായാൽ അവൻ ചെയ്യുന്ന എല്ലാ നന്മയുടെ പ്രതിഫലവും നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ എന്തെങ്കിലും ഒരു നന്മയുടെ വാഹകരാകാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മളെ മറന്നുകൊണ്ടുള്ള പണി ഒരിക്കലും പാടില്ല. അത് എന്തായാലും ആര് വിളിച്ചാലും പോവാന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എന്താ? ഫോണാണ്. ഫോണിലാണ്, ഏത് സമയത്തും ഫോണിലാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ അതൊരു ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല.
മിൽക്ക് ഷേക്ക് എടുത്തു, എന്തെങ്കിലും ഒരു ജ്യൂസ് എടുത്ത് കുടിക്കുമ്പോൾ അതുപോലും ഒരു ആസ്വദിച്ച് കുടിക്കാൻ സാധിക്കാത്തൊരവസ്ഥ. എന്താ? അവന്റെ തല മൊത്തം ഫോണിലാണ്. കുടുംബക്കാരൊക്കെ ഇരുന്നിട്ട് സംസാരിക്കുകയാണ്, കുടുംബവിശേഷങ്ങൾ, ഇവന്റെ കയ്യിൽ ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആകാൻ പാടില്ല. നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള സമയവും ഒരൽപ്പം എനർജിയും നമ്മൾ മാറ്റിവെക്കൽ വളരെ അനിവാര്യമാണ്. നമ്മളുടെ പരലോകവും നമ്മളുടെ ദുനിയാവും അത് നമ്മൾ തന്നെയാണ് നോക്കേണ്ടത്. അത് നമ്മളാണ് നോക്കേണ്ടത്, വേറെ ആരും വരില്ല. അല്ലേ? അവള് ചിലപ്പോൾ ഇങ്ങനെ വിചാരിക്കുന്ന എനിക്ക് കുറെ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്, എന്താ ചില ഫാൻസ് ഒക്കെ ആയിരിക്കും, ചില ഫാൻസ് അസോസിയേഷനിലൊക്കെ മെമ്പർഷിപ്പ് ഒക്കെ ഉണ്ടാവും. നമ്മൾ ഇന്ന ആളുടെ ടീമാണ്, ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് ബാക്കിൽ നോക്കുമ്പോൾ 2 ആളുണ്ടാവും ആകെ, അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ കബറിൽ പോയി കിടക്കുമ്പോൾ ഒരാളുണ്ടാവില്ല, നമ്മളും നമ്മുടെ അമല് മാത്രമായിരിക്കും. അപ്പം നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള അമലുകൾ നമ്മൾ ഒരുക്കി വെക്കുക. നമ്മൾ മരിച്ചാലും നിലക്കാത്ത അമലുകൾ, സദഖത്തുൻ ജാരിയ പോലെയുള്ള മരിച്ചാലും ഉപകാരപ്പെടുന്ന ഇൽമ് നമ്മൾ ഷെയർ ചെയ്തതായിരിക്കും, നമ്മൾ ഉണ്ടാക്കിയ ഒരു കണ്ടന്റ് ആയിരിക്കും. ഏതെങ്കിലും ഒരു പ്രഭാഷണത്തിന്റെ ഒരു ചെറിയ വീഡിയോ അതിങ്ങനെ നമ്മൾ എടുത്തിട്ട് ഷെയർ ചെയ്തു, എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഷെയർ ചെയ്തു. അത് ഇങ്ങനെ നമ്മൾ മരിച്ചിട്ടും പിന്നെ ഇങ്ങനെ ആളുകൾ ദീന് പഠിച്ചിരുന്നു എങ്കിൽ അത് നമ്മുടെ ഖബറിലേക്ക് വരും എന്നുള്ളതാണ്. അങ്ങനെയുള്ള എന്തെങ്കിലും ബാക്കിയാക്കിയിട്ട് പോകണം എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ദീന് നല്ല രീതിയിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും നമുക്കെല്ലാം നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു, ഈ ഒരു പരിപാടി എന്നുള്ളത് മറ്റന്നാൾ ടീം സ്പേസിന്റെ ഒരു പ്രീ പ്രോഗ്രാം ആയിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അല്ലേ? ടീം സ്പേസ് അറിഞ്ഞിരുന്നല്ലോ അല്ലേ? മംഗലാപുരത്ത് ടൗൺ ഹാളിൽ വെച്ചിട്ടാണ് ഇതേ വരുന്ന ഞായറാഴ്ച 8:30 മണിക്ക്, രാവിലെ 8:30 മണിക്ക് ടീം സ്പേസ് നടക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും അവിടെ എന്ത് ചെയ്യാം? എത്തുക. 10ാം ക്ലാസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ്. അപ്പോൾ അവിടെ എല്ലാവരും എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ കൂടെ ഇപ്പൊ പറഞ്ഞല്ലോ, വലിയ ഒരു നന്മ ബാക്കിയാക്കാനുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കാം. എന്താ? ഒരു 4-5 പേരെ ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ പരിചയത്തിലുള്ള ആളുകൾ ഞാൻ കൊണ്ടുപോകും. പൈസ ഒന്നും ചിലവാക്കണ്ട, ബസ് ഉണ്ടാവും. ഇവിടെ ബസ് ഉണ്ടാവും. അതേപോലെയാണ്. അപ്പോൾ ടീം സ്പേസിന് നമ്മൾ അതൊരു നല്ലൊരു അവസരമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? അതൊരു ഡിസിഷനായിട്ട് നമ്മൾ എടുക്കാം. ഇതിന് ഇൻഷാ അല്ലാഹ് ഞാൻ മുതലാക്കും. അപ്പോൾ 2 അവസരമുണ്ട്. ഒന്ന് ടീം സ്പേസ് ആണ്, അതേപോലെ അടുത്ത ഒരു തേഴ്സ്ഡേ 13th അല്ലേ? നെക്സ്റ്റ് തേഴ്സ്ഡേ അല്ല, അത് കഴിഞ്ഞിട്ടുള്ള തേഴ്സ്ഡേ. ഓരോ 2 ആഴ്ച കഴിയുമ്പോഴാണ് ഇവിടെ തേഴ്സ്ഡേ നൈറ്റ് എന്തുണ്ടാവുക? ക്ലാസ് ഉണ്ടാവുക. ഇൻഷാ അല്ലാഹ് അതിൽ നമ്മൾ വരാം. രണ്ടാമത്തെ ഒരു അവസരം എന്ന് പറയുന്നത് കാസർഗോഡിൽ വെച്ചിട്ട് 16-ാം തീയതി കാസർഗോഡിൽ ട്രീബോൺ റിസോർട്ടിൽ വെച്ചിട്ട് ക്യാമ്പസ് കോൺഫറൻസ്, കാസർഗോഡ് ക്യാമ്പസ് കോൺഫറൻസ് നടക്കുകയാണ്. അപ്പോൾ ക്യാമ്പസിൽ പഠിക്കുന്ന, പ്രൊഫഷണൽ ക്യാമ്പസിൽ പഠിക്കുന്ന, എഞ്ചിനീയറിംഗ് ക്യാമ്പസിൽ പഠിക്കുന്ന, എല്ലാ ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഒരു പ്രോഗ്രാം അവിടെ നടക്കുകയാണ്. അപ്പോൾ ടീനേജേഴ്സിനോട് സംസാരിക്കാൻ നല്ല കഴിവുള്ള പണ്ഡിതന്മാർ അവിടെ വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ അതിനും എന്ത് ചെയ്യുക? നമ്മുടെ മനസ്സ് കാണിക്കുക. ഇൻഷാ അല്ലാഹ് ബസ്സൊക്കെ അതിലുണ്ടാവും കാസർഗോഡ്. അപ്പോൾ ഈ 2 പരിപാടി നമ്മുടെ മനസ്സിലുണ്ടാവുക. അതേപോലെ നമ്മൾ വരുന്നത് മാത്രമല്ല, നമ്മൾ ഇതിന് എത്ര പേര് ഇൻഷാ അല്ലാഹ് എൻ്റെ ത്രൂ ഞാൻ വഴി ഇതിന് എത്ര പേര് വരുമെന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ ചിന്ത. അല്ലേ? അതാണ് നമ്മൾ പറഞ്ഞത്, എനിക്ക് വേണ്ടി സമയം മാറ്റുക എന്നുള്ളത്. ഞാൻ കാരണം എത്ര പേര് ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്നുള്ളതായിരിക്കണം നമ്മുടെ ചിന്ത. ടീം സ്പേസും ഉണ്ട് നമ്മുടെ മനസ്സിൽ. ഫെബ്രുവരി 16-ാം തീയതി ക്യാമ്പസ് കോൺഫറൻസ് ഉണ്ട്. ആ ക്യാമ്പസ് കോൺഫറൻസ് എന്നുള്ളത് കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് വരെയാണ് ഇൻഷാ അല്ലാഹ്. മെയ് 11 വലിയൊരു കോൺഫറൻസ് ആണത്. എന്ന് വെച്ചാൽ സ്റ്റേറ്റ് കോൺഫറൻസ് ആണത്. അപ്പോൾ അതിനെല്ലാവരും 8ാം ക്ലാസ് മുതലുള്ള PhD-യോ ഇനി അത് കഴിഞ്ഞിട്ടുള്ള PDF-ഓ എന്ത് ചെയ്യുകയാണെങ്കിലും, എത്ര വലിയ സ്റ്റുഡൻസിനാണെങ്കിലും എന്ത് ചെയ്യാം? ആ കേരള സ്റ്റുഡൻസ് കോൺഫറൻസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ബസ്സൊക്കെ ഉണ്ടാവും, അതിന് ചിലവൊന്നുമില്ല. അതിനെന്ത് ചെയ്യാം? അതിനും നമ്മൾ മനസ്സ് കാണിക്കണം. വരാൻ വേണ്ടിയിട്ടും നമ്മൾ അതിലേക്ക് കുട്ടികളെ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം?
നമ്മൾ മനസ്സ് കാണിക്കണം. ഈ ക്യാമ്പസ് കോൺഫറൻസ് നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്, കേരള സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇത് ഉണ്ടാവണം. കേരള സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനി നടക്കാനിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ക്യാമ്പസ് കോൺഫറൻസിൻ്റെ ഭാഗമായിട്ടും പിന്നെ ക്യാമ്പസിൻ്റെ പുറത്ത് ക്യാമ്പസ് സഫാരി എന്നുള്ള വാഹന പ്രചരണം, അതുകൊണ്ട് വാഹനത്തിൽ ഓരോ ക്യാമ്പസിൻ്റെ പുറത്ത് നിന്നിട്ട് അത് ലഘുലേഖ കൊടുക്കലും ചെറിയ സ്പീച്ചൊക്കെ വെച്ചിട്ടുള്ള ഇതൊക്കെ ഉണ്ട്. ഏതെങ്കിലും ക്യാമ്പസിൽ അത് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവർ ആവശ്യപ്പെട്ടാൽ മതി, ഇൻഷാല്ലാ അവിടെ എത്തിക്കും, വാഹനം എത്തിക്കും. അതേപോലെ ആളുകൾ വരാം അവിടെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട്. ഇൻഷാല്ലാ ഈ 2-3 കാര്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാവുക. ബാറക്കല്ലാഹു ഫീക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു നല്ല സൽക്കർമ്മമായിട്ട് നമ്മൾ ഇതിനെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.